അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ച വിശുദ്ധമായ ഒരു ജീവിതമുണ്ട്. ആ ഒരു ജീവിതം ഇരുലോകത്തിന്റെയും വിജയത്തിന് നിദാനമായ ഒരു ജീവിതമാണ്. വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് വലാ തഹിനു വലാ തഹ്സനു വഅൻതുമുൽ അഅലൗൻ ഇൻ കുൻതും മുഅ്മിനീൻ. ആ ഹബീബായ പ്രവാചകർ പറയുന്നത് പോലെ നിങ്ങൾ വിശ്വാസികളായാൽ, ആ പ്രവാചകർ പറയുന്ന ജീവിതം നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി നിങ്ങൾ മാറ്റിയാൽ ഒരിക്കലും നിങ്ങൾ വിഷമിക്കുകയോ വേദനിക്കുകയോ ചെയ്യേണ്ടെന്ന അവസ്ഥ വരികയില്ല. അത്രത്തോളം വിജയത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു മാർഗമാണ് അല്ലാഹുവിന്റെ റസൂൽ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചു തന്നത്. ഈ ഒരു വിശ്വാസം നമ്മുടെ ഹൃദയങ്ങളിലുണ്ട്, ഈ ഒരു ഉറപ്പ് നമുക്ക് എല്ലാവർക്കുമുണ്ട്. അഥവാ നാം ഒരു മുസ്ലിമായി ജീവിച്ചാൽ പ്രശ്നങ്ങളില്ലാതെ, പ്രയാസങ്ങളില്ലാതെ, വിഷമങ്ങളില്ലാതെ സന്തോഷത്തോടുകൂടി ഒരു ജീവിതം നയിക്കാൻ നമുക്ക് സാധ്യമാകുമെന്ന് നമുക്ക് ഓരോരുത്തർക്കും വ്യക്തമായി അറിയാം. എങ്കിൽ തന്നെയും ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഇസ്ലാമിക സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ അതോടൊപ്പം തന്നെ നമ്മുടെ ശ്രദ്ധയിലേക്ക് കടന്നു വരേണ്ടുന്നതുമുണ്ട്. നമുക്കറിയാം, ഇന്നും നമ്മുടെ മനസ്സിന്റെ ഒരു വേദനയായി നമ്മുടെ ഹൃത്തടങ്ങളിൽ നിലനിൽക്കുന്നതായ ദിനേനയെന്നോണം രാവിലെ വാർത്താ ദിനപത്രങ്ങൾ കിട്ടുമ്പോൾ നമ്മളെ താല്പര്യത്തോടുകൂടി വായിക്കാൻ ശ്രമിക്കുന്ന സോഷ്യൽ മീഡിയകളിലൂടെ നമ്മിലേക്ക് കടന്നെത്തുന്ന വേദനാജനകമായ ഒരു ചിത്രമുണ്ട്. അഥവാ മഹാനായ സയ്യിദന സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ ദഅവത്തിന്റെ ഫലമായി വിശുദ്ധ ദീനുൽ ഇസ്ലാം കടന്നു ചെന്ന മ്യാൻമറിലെ അറാഖാൻ എന്ന മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തെ മുസ്ലിം സഹോദരന്മാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും എന്റെയും നിങ്ങളുടെയും മനസ്സിലുണ്ട്. പിറന്ന നാട്ടിലൊന്ന് ജീവിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാതെ പിഞ്ചു മക്കളെ പോലും പൊതുനിരത്തിൽ വെച്ച് അതിക്രൂരമായി മ്യാൻമറിലെ പട്ടാളവും ഭീകരവാദികളും തലയോട്ടിക്ക് പിന്നാലെ തോക്ക് ചേർത്ത് വെച്ച് വെടിവെച്ച് കൊന്നുകളയുമ്പോൾ രാവിലെ വലിയ ട്രക്കുകളുമായി മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലേക്ക് കടന്നു വന്ന് പുരുഷന്മാരെല്ലാം ഒരു ട്രക്കിൽ കയറ്റി ആളൊഴിഞ്ഞ ഭാഗത്തേക്ക് കൊണ്ടുപോയി അതിക്രൂരമായി വെടിവെച്ച് കൊല്ലുമ്പോൾ പെൺകുട്ടികളെയെല്ലാം മറ്റൊരു ട്രക്കിൽ കയറ്റി മ്യാൻമറിലെ പട്ടാളം മേധാവിമാർക്കും നേതാക്കന്മാർക്കും കോട്ടകൊത്തളങ്ങളിൽ അവരുടെ കിടപ്പുമുറികളിൽ മാറി മാറി ആസ്വദിക്കാൻ അവസാനം ശരീരത്തിന്റെ ജീവന്റെ തുടിപ്പ് പോകുന്നത് വരെയും ഇഞ്ചിഞ്ചായി വേദന തന്ന മരിക്കുന്ന രംഗം കണ്ട് ആസ്വദിക്കുവാനുമുള്ള അവസരം ഒരുക്കി കൊടുക്കുകയാണ്. നാം കണ്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയകളിലൂടെ വഴിവക്കുകളിൽ വലിയ വലിയ കിടങ്ങുകൾ കുഴിച്ച് അതിലേക്ക് മ്യാൻമറുള്ള മുസ്ലിമുകളെ പിടിച്ചിറക്കി നിർത്തിയിട്ട് ആളുകളെല്ലാം അവരുടെ ക്യാമറകൾ ഓണാക്കി ഏതോ വലിയ സന്തോഷകരമായ ഉത്സവം കാണുന്ന പ്രതീതിയോടുകൂടി ആ രംഗങ്ങളൊക്കെ ക്യാമറയിൽ പകർത്തുമ്പോഴും വലിയ ബുൾഡോസർ കൊണ്ടുവന്ന് മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് ഭീതിയോടുകൂടി പേടിപ്പെടുത്തുന്ന മുഖഭാവത്തോടുകൂടി കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ടിരിക്കുന്ന മ്യാൻമറിലെ സഹോദരന്മാർ അവരുടെ തലയ്ക്ക് മീതെ മണ്ണ് വാതിയിട്ട് ശ്വാസം മുട്ടിച്ചവരെ കൊന്നുകളയുന്ന രംഗം സഹോദരന്മാരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ലോകത്തിന്റെ നാം അധിവസിക്കുന്ന രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോലും പല പല പ്രശ്നങ്ങൾ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അടുക്കളയിൽ പാചകം ചെയ്ത ഭക്ഷണത്തിന്റെ പേര് പറഞ്ഞ് വയോവൃദ്ധനായ മനുഷ്യനെ പൊതുനിരത്തിലിട്ട് പേപ്പട്ടിയെ പോലെ തല്ലിക്കൊല്ലുകയാണ്. ഉപജീവന മാർഗവുമായി കന്നുകാലികളുമായി കടന്നു പോകുന്ന മനുഷ്യനെ വെടിവെച്ചുകൊന്ന് റെയിൽവേ ട്രാക്കിലേക്ക് വലിച്ചെറിയുകയാണ്. 14-ാമത്തെ വയസ്സിൽ കുടുംബത്തിന് ഒരു നേരത്തെ അന്നം മേടിച്ചു കൊടുക്കാൻ പാഠപുസ്തകങ്ങൾ മാറ്റിവെച്ച് കന്നുകാലി തൊഴുത്തുകളിലേക്ക് പോയി പാഠപുസ്തകങ്ങൾ എടുക്കേണ്ട കൈകളിൽ ചാണകം മാറാൻ വിധിക്കപ്പെട്ട പാവപ്പെട്ട 14 വയസ്സുകാരനായ ബാലനെ ആ പാവപ്പെട്ട പൊന്നുമോന് അതിക്രൂരമായി മർദ്ദിച്ചവശനാക്കുകയും അവസാനം ഒരു മരച്ചില്ലയിൽ കെട്ടിത്തൂക്കി കൊന്നുകളയുകയും ചെയ്തു.
ഈ പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഒക്കെ ചിത്രം നമ്മുടെയും ഒക്കെ ഹൃദയങ്ങളിൽ ഇപ്പോഴും ഇങ്ങനെ മറയാതെ നിൽക്കുകയാണ്. അവിടെയാണ് നാം ഒന്നറിയേണ്ടുന്നത്, പ്രതിസന്ധികളുടെ നടുവിലൂടെ കടന്നു പോകുന്ന ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ചില നിലപാടുകൾ എടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. സഹോദരന്മാർക്ക് ഒരുപക്ഷെ ഈ കാര്യങ്ങളൊക്കെ അറിയാമെങ്കിലും എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് എന്ത് നടക്കുന്നു എന്നവർക്കറിയില്ല. മ്യാൻമറിൽ എന്തും നടക്കട്ടെ, ഇന്ത്യയിൽ എന്തും നടക്കട്ടെ, ഗുജറാത്തിൽ എന്തും നടക്കട്ടെ, ഹാദിയക്കെന്തും സംഭവിക്കട്ടെ, ഇതൊന്നും തങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളല്ല, ഇതൊന്നും തങ്ങളെ ബാധിക്കുന്നതല്ല എന്ന സാധാരണ ഒരു പൊതുവെ ഒരു ചിന്താഗതി പ്രിയപ്പെട്ട സഹോദരിമാർക്ക് വന്നു ചേരാനുണ്ട്. പക്ഷേ നമ്മൾ അറിയേണ്ടത്, വിശ്വാസിനികളായ ഓരോ ആണുങ്ങളും പെണ്ണുങ്ങളും അറിയണം, ഈ പ്രയാസങ്ങളും പ്രതിസന്ധികളും നമുക്ക് കടന്നു വരുമ്പോൾ എന്ത് നിലപാടുകളാണ് നാം ഓരോരുത്തരും സ്വീകരിക്കേണ്ടത്. ഇസ്ലാമിക ചരിത്രത്തിൽ നമ്മുടെ മുൻഗാമികളായ മഹത്തുക്കളായ പ്രവാചകന്മാരുടെ ചരിത്രം വിശുദ്ധ ഖുർആൻ വരച്ചു കാട്ടുന്നു. അവരുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും അവർ നേരിട്ടിരുന്നു. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം എത്രയോ പ്രതിസന്ധികളാണ് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത്. 950 വർഷം ദീനീ പ്രഭാഷണ രംഗത്ത് സജീവമായി നിലനിന്നിരുന്ന ഖതീബുൽ അംബിയ, പ്രവാചകന്മാർക്കിടയിലെ പ്രഭാഷകൻ എന്നറിയപ്പെടുന്ന നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം 4 ആള് കൂടുന്നിടത്തൊക്കെ വന്ന് ഇസ്ലാമിനെ പറ്റി അദ്ദേഹം പ്രഭാഷണം നടത്തുമ്പോൾ, പ്രബോധനം നടത്തുമ്പോൾ ആളുകൾക്ക് അത് കേൾക്കാൻ താല്പര്യമില്ല. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രഭാഷണം കേൾക്കാതിരിക്കാൻ കാതുകളിലേക്ക് വിരകളിൽ തിരികെ കയറ്റി. തലയിലൂടെ തുണികൾ വാരിയിട്ട് നൂഹ് നബിയുടെ മുന്നിൽ നിന്നും അവർ ഓടിയകലുമായിരുന്നു. പലപ്പോഴും ഇത് കേട്ടു നിൽക്കാൻ കഴിയാതെ ഇസ്ലാമിക പ്രബോധകനായ പ്രഭാഷകനായ നൂഹ് നബി അലൈഹിസ്സലാമിനെ പൊതുനിരത്തിൽ വെച്ച ആളുകൾ കല്ലെറിയുമായിരുന്നു. വലിയ കല്ലുകളുടെ കൂമ്പാരത്തിനിടയിൽ അദ്ദേഹം വീണുപോകും. ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് കല്ലുകൾ പുറക്കിയെടുത്ത് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തും. നാം അറിയേണ്ടത്, ഇത്രയും വലിയ പ്രതിസന്ധികൾ അള്ളാഹുവിന്റെ ഒരു പ്രവാചകനെ നേരിടേണ്ടി വന്നു എങ്കിൽ ഈ പ്രതിസന്ധികളുടെ മുന്നിൽ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തളർന്നു പോയില്ല. ഈ പ്രതിസന്ധികളുടെ ഒന്നും മുന്നിൽ തന്റെ ഇസ്ലാമിക പ്രവർത്തനം മാറ്റിവെക്കാൻ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തയ്യാറായിരുന്നില്ല. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം രാജ്യത്ത് നടക്കുന്ന തിന്മകൾക്കെതിരെയും നീതിനിഷേധത്തിനെതിരെയും അധികാരത്തിന്റെ കേന്ദ്രങ്ങളിരിക്കുന്നവർ കാണിക്കുന്ന വൃത്തികേടുകൾക്കെതിരെയും ഒക്കെ നമ്രൂദിന്റെ ഭരണസിരാ കേന്ദ്രങ്ങൾക്കെതിരെ നിന്നുകൊണ്ട് ഒറ്റയാൾ പോരാട്ടം നടത്തി. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വന്തം വാപ്പ പോലും ഇബ്രാഹിം നബിക്കെതിരായി. ഇനി നീ ഇങ്ങനെ പറഞ്ഞാൽ നിന്നെ ഞാൻ കല്ലെറിഞ്ഞോടിക്കുമെന്ന് പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് പ്രതിസന്ധികൾ നേരിട്ടു. ജനങ്ങളെല്ലാവരും അദ്ദേഹത്തെ പിടിച്ച് ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ അഗ്നികുണ്ഡാരമൊരുക്കി അതിലേക്ക് വലിച്ചെറിഞ്ഞ് അദ്ദേഹത്തെ കൊല്ലാൻ തയ്യാറായി. ഇത്രയും വലിയ പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിലും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം എടുത്ത ഒരു നിലപാടുണ്ടായിരുന്നു. വലിയ തീക്കുണ്ടത്തിലേക്ക് തന്നെ എറിയാൻ തുടങ്ങുമ്പോഴും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്, ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഏത് പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നാലും, ഏത് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നാലും എന്നെ സഹായിക്കാൻ എന്റെ പടച്ചവനുണ്ട്. പ്രതിസന്ധികൾ നേരിടുമ്പോൾ വിശ്വാസികൾ സ്വീകരിക്കേണ്ടുന്ന നിലപാടുകൾ ഇപ്രകാരമായിരിക്കണം. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഫറോവയുടെ കാലഘട്ടത്തിൽ ഇസ്ലാമിക പ്രവർത്തനം നടത്തി. പ്രശ്നങ്ങൾ ഒരുപാട് നേരിടേണ്ടി വന്നു. അവസാനം ഫറോവയും ഫറോവയുടെ പട്ടാളക്കാരും മൂസാ നബിയെയും മുസ്ലിമീങ്ങളെയും പിടിച്ചിട്ട് കൊന്നുകളയാൻ അവരുടെ പിന്നാലെ ഇങ്ങനെ ഓടിച്ചോടിച്ചു കൊണ്ടുവരുമ്പോൾ മൂസാ നബിയും മുസ്ലിമുകളും ഓടി ചെങ്കടലിന്റെ മുന്നിലേക്ക് വന്നു. മുൻഭാഗത്ത്
ആർത്തട്ടസിക്കുന്ന കടലാണ്. പിൻഭാഗത്ത് കയ്യിൽ കിട്ടിയാൽ ഇഞ്ചിഞ്ചായി കൊന്നുകളയാൻ വരുന്ന പട്ടാളമാണ്. മൂസാ നബിയുടെ ജനങ്ങളെല്ലാം അത്ഭുതപ്പെട്ടു, അമ്പരന്നു. അവർ മൂസാ നബിയോട് പറഞ്ഞു, മൂസാ ഇന്നാ ലമുദ്റകൂൻ, നമ്മൾ പിടിക്കപ്പെട്ടു. പ്രതിസന്ധികൾ നേരിടുമ്പോൾ അവർ പറഞ്ഞു, നമ്മൾ പിടിക്കപ്പെട്ടു. നീ വരുന്നതിന് മുമ്പും നീ വന്നു കഴിഞ്ഞുമൊക്കെ ഞങ്ങളുടെ അവസ്ഥ ഇതാണല്ലോ മൂസ. എന്നാൽ ആ പ്രതിസന്ധിയുടെ പ്രയാസത്തിന്റെ ഘട്ടത്തിലും മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ ജനങ്ങളുടെ മുന്നിൽ വിളിച്ചു പറഞ്ഞതെന്താ? ഇന്ന മഇയ റബ്ബി സയഹ്ദീൻ, എന്റെ പടച്ചവനോടൊപ്പമുണ്ട് ജനങ്ങളെ. ഏതധികാരത്തിന്റെ കേന്ദ്രങ്ങളെ നമ്മളെ നശിപ്പിക്കാൻ വന്നാലും, ആര് നമ്മളെ കൊന്നൊടുക്കാൻ വന്നാലും, എത്ര പ്രതിസന്ധികളുടെ മുന്നിൽ നമ്മളെ നിൽക്കേണ്ടി വന്നാലും, എന്നെ പടച്ച തമ്പുരാൻ എനിക്കൊരു മാർഗം കാണിച്ചു തരുന്നതാ. ഇത് ഇസ്ലാമിക ലോകത്തിന്റെ ചരിത്രമാണെങ്കിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും നേരിടുമ്പോൾ വിശ്വാസികൾ സ്വീകരിക്കേണ്ടുന്ന നിലപാടെന്താ? ക്ഷമയോടുകൂടി ഈ പ്രതിസന്ധികളുടെ മുന്നിൽ തളർന്നു പോകാതെ ഈമാനികാവേശത്തോടുകൂടി നിവർന്നു നിൽക്കാൻ ഒരു വിശ്വാസിക്ക് കഴിയേണ്ടതുണ്ടെന്ന് വിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ ഖുർആൻ നമ്മെ പഠിപ്പിച്ചു തരികയാ. വലനബിലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരി الصابرين الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون أولئك عليهم صلوات من ربهم ورحمة وأولئك هم المهتدون. പ്രശ്നങ്ങളുടെ പ്രയാസങ്ങളുടെ പ്രതിസന്ധികളുടെ നടുവിലൂടെ നട്ടം തിരിഞ്ഞുകൊണ്ട് നിൽക്കുന്ന സഹോദരങ്ങളെ, മ്യാൻമറിന്റെ തെരുവോരങ്ങളിലും പാവപ്പെട്ട മുസ്ലിം മക്കള് കൂട്ടക്കശാപ്പ് ചെയ്യപ്പെടുകയാ. ഫലസ്തീന്റെ തെരുവോരങ്ങളിൽ കൂട്ടക്കശാപ്പ് ചെയ്യപ്പെടുകയാ. ശ്രീലങ്കയുടെ തെരുവോരങ്ങളിൽ കൂട്ടക്കശാപ്പ് ചെയ്യപ്പെടുകയാ. ഇന്ത്യ രാജ്യത്തിന്റെ തെരുവോരങ്ങളിൽ പോലും ഗുജറാത്തിലും ബീഹാറിലും ഒറീസയിലും ഉൾപ്പെടെ നരാധമന്മാരായ ഭരണാധികാരികളുടെ കയ്യിൽ കിടന്നുകൊണ്ട്, വർഗീയതയുടെ വക്താക്കളുടെ കരങ്ങളിൽ കിടന്നുകൊണ്ട് ഈ സമുദായത്തിന്റെ മക്കളത് അതിക്രൂരമായ പീഡനങ്ങൾ നേരിടേണ്ടി വരുമ്പോ ഭരണകൂടം ഇസ്ലാമിക സമൂഹത്തിന് നേരെ നീതി നിഷേധത്തിന്റെ കൂരമ്പുകളെ പായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പ്രതിസന്ധികളുടെ പ്രയാസങ്ങളുടെ ഘട്ടത്തില് ഞാനും നിങ്ങളും സ്വീകരിക്കേണ്ടെന്ന നിലപാടെന്നറിയുമോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിച്ചു തരികയാ. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. വിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹുവിന്റെ മന്ദിരത്തിലും വിശ്വാസമുള്ളവരെ, നിങ്ങൾ അറിഞ്ഞുകൊള്ളണേ, പടച്ചവന്റെ ഭാഗത്തു നിന്നുള്ള പരീക്ഷണങ്ങളുടെ നിങ്ങളുടെ മേൽ ഉണ്ടാവുക തന്നെ ചെയ്യുന്നതാ. അതേ, നിങ്ങൾ പല പ്രശ്നങ്ങളും നേരിടേണ്ടി വരും. നിങ്ങൾ ഭയപ്പാടിന്റെ നടുവിൽ കിടക്കേണ്ടി വരും. നിങ്ങൾ പട്ടിണി അനുഭവിക്കേണ്ടി വരും. നിങ്ങൾ പ്രയാസങ്ങൾ നേരിടേണ്ടി വരും. ശാരീരിക, സാമ്പത്തിക, കാർഷിക ബുദ്ധിമുട്ടുകൾ നിങ്ങൾ നേരിടേണ്ടി വരുന്നതാ. ഈ പ്രശ്നങ്ങളും പ്രയാസങ്ങളുമൊക്കെ ഉറപ്പായും നിങ്ങൾക്ക് സംഭവിക്കുക തന്നെ ചെയ്യുമത്രേ. ഇതല്ലാഹുവിന്റെ പരീക്ഷണങ്ങളാ. പ്രതിസന്ധികളുടെ ജീവിതം പടച്ചതമ്പുരാന്റെ പരീക്ഷണമെന്ന വിശ്വാസിയുടെ തിരിച്ചറിവിലേക്ക് ഞാനും നിങ്ങളും കടന്നുകൊള്ളത് വിശുദ്ധ ഖുർആൻ നമ്മളെ കൂട്ടിക്കൊണ്ടു പോവുകയാ. ഈ പ്രയാസങ്ങളുടെ പ്രശ്നങ്ങളുടെ സമയത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാ, നിങ്ങൾ സ്വീകരിക്കേണ്ടുന്ന നിലപാടെന്തെന്നറിയുമോ? വബശ്ശിരി സ്വാബിരീൻ. ഈ പ്രതിസന്ധികളെ നിരാശ ബാധിച്ചു പോകാതെ, ഈ പ്രതിസന്ധികളിൽ ഭയപ്പെട്ടു പോകാതെ, വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ മുറുകെ പിടിച്ചുകൊണ്ട് ക്ഷമയോടുകൂടി ഈ പ്രതിസന്ധികളെ നേരിടുന്നവരാണ്. ഈ ക്ഷമാശീലർക്ക് സന്തോഷ വാർത്ത അറിയിക്കും പ്രവാചകരെ. പ്രതിസന്ധികളെ ക്ഷമ കൊണ്ട് നേരിടുന്ന ഈ സത്യവിശ്വാസത്തിന്റെ ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കേ പ്രവാചകരെ. അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ. എന്തെങ്കിലും പ്രയാസങ്ങള് പ്രശ്നങ്ങൾ വരുമ്പോ അവിടെ പേടിച്ച് മാളത്തിലൊളിക്കലല്ല, പിന്നെയോ ആ
പ്രശ്നങ്ങളുടെ പ്രയാസങ്ങളുടെ മുന്നിൽ അവർ സ്വീകരിക്കുന്ന നിലപാടെന്താ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഞങ്ങളെ പടച്ചവനിൽ നിന്നുള്ളവരാണെങ്കിൽ ആ പടച്ചവനിലേക്കാണ് മടക്കപ്പെടുന്നതെങ്കിൽ ആ പടച്ചവനിൽ നിന്നുള്ള പ്രതിസന്ധികളുടെ മുന്നില് ക്ഷമയോടുകൂടി നിലപാട് സ്വീകരിക്കേണ്ടവരാ തങ്ങളെന്താ തിരിച്ചറിവുള്ളവരത്രേ അവർക്കാണ് സന്തോഷ വാർത്ത, അവർക്കാണ് പടച്ചവന്റെ സഹായം. ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹമ. പ്രിയപ്പെട്ട പ്രവാചകരെ, അവർക്കാണ് അല്ലാഹുവിന്റെ ഗുണമുള്ളത്, അവർക്കാണ് അല്ലാഹുവിന്റെ കരുണയുള്ളത്. വഉലൈക ഹുമുൽ മുഹ്തദൂൻ. അവർക്ക് പടച്ചവനിൽ നിന്നുള്ള സന്മാർഗത്തിന്റെ കവാടങ്ങളെ തുറക്കപ്പെടുന്നത്. അതുകൊണ്ട് പ്രശ്നങ്ങളെ നേരിടുമ്പോൾ, പ്രയാസങ്ങളെ നേരിടുമ്പോൾ, ബുദ്ധിമുട്ടുകളെ നേരിടുമ്പോൾ ക്ഷമയോടുകൂടി സ്വീകരിക്കാൻ കഴിയട്ടെ, ക്ഷമയോടുകൂടി നേരിടാൻ കഴിയട്ടെ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് നാം തിരിച്ചറിയേണ്ടത് പ്രശ്നങ്ങളുണ്ടാകും, ഭരണകൂടങ്ങൾ കുഴപ്പമുണ്ടാകും, ഭൂരിപക്ഷം കുഴപ്പമുണ്ടാകും, സാമ്രാജ്യത്വം കുഴപ്പമുണ്ടാകും, സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോകും, ഒരു വിലയുമില്ലാത്ത അവസ്ഥയിലേക്ക് പോകും. അപ്പോഴും നമ്മൾ സ്വീകരിക്കേണ്ട ഒരു നിലപാടുണ്ട്. ഈ നിലപാടിനാണ് പ്രസക്തി. പ്രശ്നങ്ങൾ എന്തായാലും ഉണ്ടാകും. ഖുർആൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ആരുടെയും കഴിവും മിടുക്കും കൊണ്ടൊന്നുമല്ല ഇത് നടക്കുന്നത്. പടച്ചവൻ നമ്മളെ പരീക്ഷിക്കുകയാ. നാം എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നറിയാൻ. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. നമ്മൾ നമ്മുടെ നിലപാട് മാറ്റുന്നത് വരെയും പടച്ചവൻ നമുക്ക് നേരെയുള്ള തീരുമാനങ്ങളിൽ മാറ്റം വരുത്തില്ല എന്ന് വിശുദ്ധ ഖുർആൻ. പ്രതിസന്ധികൾ നേരിടും. അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പോലും പ്രശ്നങ്ങൾ ഉണ്ടായി. അല്ലാഹുവിന്റെ ഏറ്റവും അടുത്ത ആളാണ് എന്ന് കരുതി പ്രയാസങ്ങളൊന്നും ഉണ്ടാകാതിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താ? ഞാൻ നേരിട്ടിട്ടുള്ള പ്രശ്നങ്ങൾ ഉഖിഫ്തു ഫില്ലാഹ് വമാ യുഖാഫു അഹദുൻ വഊദീതു ഫില്ലാഹ് വമാ യുദാ അഹദുൻ. ലോകത്തൊരു മനുഷ്യനും പേടിപ്പിക്കപ്പെടാത്ത നിലയിൽ, ലോകത്തൊരു മനുഷ്യനും പീഡിപ്പിക്കപ്പെടാത്ത നിലയിൽ ഞാൻ പീഡിപ്പിക്കപ്പെടുകയും പേടിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പ്രശ്നങ്ങളും പ്രതിസന്ധികളും എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആർക്കാട്? എന്നെയും നിങ്ങളെയും പോലെ ഒരു സാധാരണ മനുഷ്യന്റെ കാര്യമല്ല. എന്നെയും നിങ്ങളെയും പോലെ മുസ്ലിം നാമധാരിയായ ഒരു മനുഷ്യന്റെ കാര്യമല്ല. ഞാനും നിങ്ങളും അങ്ങേയറ്റം സ്നേഹിക്കുന്ന ഏതൊരു പുണ്യപ്രവാചകരുടെ അവതാരങ്ങളാണോ വിശുദ്ധ റബീഉൽ അവ്വലിൽ മുസ്ലിം വീടുകളിൽ നിന്ന്, പള്ളികളിൽ നിന്ന് അന്തരീക്ഷത്തെ മുഴുവനും പുളകിതമാക്കിക്കൊണ്ട് അലയടിക്കുന്നത് ആ പുണ്യപ്രവാചകർ മുത്തുൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വരെ പ്രശ്നമുണ്ടായി. നമ്മൾ അറിയണം, അള്ളാന്റെ റസൂലിന് വരെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. അവിടുന്ന് പട്ടിണി കിടന്നില്ലേ? മക്കയിലെ അധികാരികൾ മുസ്ലിമാണ്, ഇസ്ലാമിന്റെ പ്രവർത്തകനാണ് എന്നതിന്റെ പേരിൽ ഹബീബായ റസൂലിന് സഹാബത്തിനും ഉപരോധം ഏർപ്പെടുത്തി. വർഷങ്ങളോളം ശുഅബ അബീ താലിബ് എന്ന മലഞ്ചെരുവിലേക്ക് കൊണ്ടുപോയിട്ടു. കഴിക്കാനൊന്നുമില്ല, കുടിക്കാനൊന്നുമില്ല. അവസാനം ഭക്ഷണം തീർന്നതിന്റെ പേരിൽ മരച്ചില്ലകളിൽ നിന്ന് ഇലയടിച്ചിട്ടത് വെള്ളത്തിലിട്ടു ചൂടാക്കി ആ വെള്ളം കുടിച്ചു. ആ ഇല തിന്നിട്ടുണ്ട്. തുകൽ സഞ്ചിയിലെ തോല് മുറിച്ചെടുത്ത് വെള്ളത്തിലിട്ട് ചൂടാക്കി ആ വെള്ളം കുടിക്കും. ആ തോല് കടിച്ചു തിന്നും. ഈ അവസ്ഥ വന്നിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പ്രശ്നങ്ങൾ നേരിട്ടു. അള്ളാഹുവിന്റെ റസൂലിന് പോലും പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നു. മഹദിയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ അനുഭവിച്ച പ്രതിസന്ധിയും പട്ടിണിയും എത്രത്തോളം എന്നാൽ ഞങ്ങളുടെ വീടുകളിൽ കത്തിക്കാൻ വെച്ചിരുന്ന വിളക്കിന്റെ ഉള്ളിൽ എണ്ണയുണ്ടായിരുന്നെങ്കിൽ പലപ്പോഴും ഞാൻ ആഗ്രഹിക്കുമായിരുന്നു ആ എണ്ണ കുടിച്ചിട്ടെങ്കിലും എന്റെ വിശപ്പൊന്നു മാറ്റാമായിരുന്നു എന്ന്. ഇസ്ലാമിക പ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിൽ റസൂലുള്ളാഹി തങ്ങളും കുടുംബക്കാരും നേരിടേണ്ടി വന്ന പ്രയാസങ്ങളാണ്, പ്രതിസന്ധികളാണ്. ഒരുപാട് കല്ലേറ് കിട്ടിയിട്ടുണ്ട് ഹബീബായ റസൂലിന്. ഒരുപാട് പ്രശ്നങ്ങൾ അല്ലാഹുവിന്റെ റസൂല് നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ ഞാനും നിങ്ങളെ വന്നറിയണം, നമ്മളെല്ലാം ആഗ്രഹിക്കുന്നതാ ഹബീബായ റസൂലിനോടൊപ്പം സ്വർഗത്തിലേക്ക് പോകാൻ.
നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നതാ ഹബീബായ റസൂലിന്റെ ശഫാഅത്ത് കിട്ടാൻ. വിശുദ്ധമായ റബീഉൽ അവ്വലിൽ ഹബീബായ റസൂലിനോടുള്ള ഇഷ്ടം നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് അണപൊട്ടി ഒഴുകുന്ന ദിവസങ്ങളാണ്, ദിനരാത്രങ്ങളാണ്. എന്നാൽ അല്ലാഹുവിന്റെ റസൂലിനെ ഇഷ്ടപ്പെടുന്നവര്, അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം സ്വർഗ്ഗത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവര്, ഒരു സഹാബി ഒരു ദിവസം ഹബീബായ റസൂലിന്റെ മുന്നിലേക്ക് വന്നിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ് വല്ലാഹി ഇന്നീ ലഉഹിബ്ബുക. അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട റസൂല്, അല്ലാഹുവിൽ തന്നെയാണ് സത്യം, ഞാൻ നിങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട് നബിയേ. ഈ സദസ്സിലിരിക്കുന്ന വിനീതന്റെ ശബ്ദം കേൾക്കുന്ന സമീപ പ്രദേശങ്ങളിലെ പല ഭാഗങ്ങളിൽ നിന്ന് ഈ ശബ്ദപരിധിക്കുള്ളിൽ വീടുകളുടെ ഉള്ളുകളിൽ പോലും ഇരുന്നുകൊണ്ട് അഫ്ളൽ ഖാസിമിയുടെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, നാമൊക്കെയും ഹബീബായ റസൂലിനെ ഇഷ്ടപ്പെടുന്നവരാ, അവിടുത്തോട് വല്ലാത്ത സ്നേഹമുള്ളവരാ, അവിടുന്ന് വേണ്ടി ജീവാർപ്പണം ചെയ്യാൻ മനസ്സുള്ളവരാ, മറ്റെന്തിനെക്കാളും അവിടുത്തെ ഇഷ്ടപ്പെടുന്നവരാ. അവിടുത്തെ പേര് കേൾക്കുമ്പോൾ തൊണ്ടപെട്ട ഉച്ചത്തിലെ സ്വലാത്ത് ചെല്ലുന്നവരാ, അവിടുത്തെ പേരിൽ നടത്തപ്പെടുന്ന ദീനീ സദസ്സുകളിലേക്ക് രാത്രിയുടെ നിശബ്ദതയിൽ ഉറക്കമൊഴിച്ചുകൊണ്ട് കടന്നവരെന്നതാ. അവിടുത്തെ പറ്റി പറയാൻ നമുക്കിഷ്ടമാ, അവിടുത്തെ പറ്റി കേൾക്കാൻ നമുക്കിഷ്ടമാ, അവിടുത്തെ പറ്റി വായിക്കാൻ നമുക്കിഷ്ടമാ. എന്നാലും അറിയണേ, ഒരു സഹാബി വന്നിട്ട് ഹബീബായ മുത്ത് റസൂലിനോട് പറയുന്നു, നബിയേ വല്ലാഹി ഇന്നീ ലഉഹിബ്ബുക. അല്ലാഹുവിൽ തന്നെയാണ് സത്യം നബിയേ, ഞാൻ അങ്ങയെ വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട് നബിയേ. ഹബീബായ റസൂൽ പെട്ടെന്ന് മറുപടി പറഞ്ഞു, സഹോദരാ, ഉള്ളുറുമാതാ തഖൂൽ, ഉള്ളുറുമാ തഖൂൽ, എന്താണ് പറയുന്നതെന്ന് ഒരു നിമിഷം ഒന്ന് ആലോചിച്ചിട്ട് പറയുക. രണ്ടാമതാ സഹാബി പറയുന്നു, യാ റസൂലല്ലാഹ് വല്ലാഹി ഇന്നീ ലഉഹിബ്ബുക. അല്ലാഹുവിന്റെ നബിയേ, പടച്ചവനിൽ തന്നെയാണ് സത്യം, ഞാൻ അങ്ങയെ അക്ഷരാർത്ഥത്തിൽ ഇഷ്ടപ്പെടുന്നുണ്ട് നബിയേ. രണ്ടാമതല്ലാത്ത റസൂൽ പറഞ്ഞു, ഉൻദുറമാ തഖൂൽ, എന്താണ് പറയുന്നതെന്ന് ആലോചിച്ചിട്ട് പറയുക. മൂന്നാമതും ആ സഹാബി വിളിച്ചു പറയുക, യാ റസൂലല്ലാഹ് വല്ലാഹി ഇന്നീ ലഉഹിബ്ബുക. അല്ലാഹുവിന്റെ റസൂല്, പടച്ച തമ്പുരാനിൽ തന്നെയാണ് സത്യമാ, ഞാൻ താങ്കളെ വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട് നബിയേ. ഉടൻ തന്നെ ഹബീബായ റസൂൽ മറുപടി അരുളുകയാ, നീ എന്നെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, അക്ഷരാർത്ഥത്തിൽ എന്റെ മേൽ അനുരാഗമുള്ളവരാണെങ്കിൽ, ഹബീബായ റസൂൽ പറയുകയായെങ്കിൽ പട്ടിണി കിടക്കാൻ നീ തയ്യാറായിക്കൊള്ളുക, പരീക്ഷണങ്ങൾ നേരിടാൻ നീ തയ്യാറായിക്കൊള്ളുക, പ്രതിസന്ധികൾ നേരിടാൻ നീ തയ്യാറായിക്കൊള്ളുക. ഹബീബായ റസൂലിന്റെ മുന്നറിയിപ്പ് എന്തെന്നറിയുമോ? ആരെങ്കിലും അക്ഷരാർത്ഥത്തിൽ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ കൊണ്ടുവന്ന ജീവിതത്തെ മുറുകെ പിടിച്ച് ജീവിക്കാൻ ആരെങ്കിലും താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള എന്നെ ഇഷ്ടപ്പെടുന്നവരിലേക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പരീക്ഷണങ്ങളും പ്രതിസന്ധികളും തുടർച്ചയായി കടന്നു വരുന്നതാ. അതുകൊണ്ട് എന്നെ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നെങ്കിൽ പ്രതിസന്ധികളെ നേരിടാൻ അവരെ തയ്യാറായിക്കൊള്ളവേ. നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓർമ്മപ്പെടുത്തല. ആരെങ്കിലും ആ ഹബീബിനെ ഇഷ്ടപ്പെടുന്നുണ്ടോ, അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാവുക തന്നെ ചെയ്യും. എന്ന് മാത്രമല്ല, ആ ഹബീബായ റസൂലിനോടൊപ്പം, അവിടുത്തെ സഹാബത്തിനോടൊപ്പം, മുൻഗാമികളായ മഹത്തുക്കളോടൊപ്പം സ്വർഗത്തിലേക്ക് പോകാൻ തുടിക്കുന്നവരാണ് ഞാനും നിങ്ങളുമെങ്കിൽ, പടച്ചതമ്പുരാൻ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞാനും നിങ്ങളും നമ്മുടെ ഹൃദയങ്ങളിലെ പലവട്ടം ഉന്നയിക്കേണ്ട ചോദ്യമാ. അല്ലാഹു ചോദിക്കുകയാണ്, അമ്മ ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന, നിങ്ങൾ കരുതുകയാണോ സ്വർഗത്തിലേക്ക് പോകാമെന്ന്? നിങ്ങൾ കൊതിക്കുകയാണോ വെറുതെ അങ്ങ് സ്വർഗത്തിലേക്ക് പോകാമെന്ന്? വലമ്മായഅതികും മസലുല്ലദീന ഖലൂ മിൻ ഖബ്ലികും, നിങ്ങളുടെ മുൻഗാമികൾ അനുഭവിച്ച പ്രശ്നങ്ങൾ അനുഭവിക്കാതെ, അവർ നേരിടേണ്ടി വന്ന പ്രതിസന്ധികൾ നേരിടാതെ, ഇസ്ലാമിനെ ഏറ്റെടുത്തതിന്റെ പേരിൽ, മുസ്ലിമായി ജീവിച്ചതിന്റെ പേരിൽ, മുൻഗാമികൾ അനുഭവിച്ച പ്രശ്നങ്ങളെ അനുഭവിക്കാതെ, അവർ നേരിട്ട പ്രതിസന്ധികളെ നേരിടാതെ, വെറുതെ
സ്വർഗത്തിലേക്ക് പോകാമെന്ന് നിങ്ങൾ കരുതിയോ? ഹത്താ യഖൂല റസൂൽ വല്ലദീന ആമനൂ മഅഹു മതാ നസ്റുല്ലാഹ്. അല്ലാഹു വ്യക്തമാക്കി തരുകയാ, എന്റെയും നിങ്ങളുടെയും മുൻഗാമികൾ അനുഭവിച്ച പ്രശ്നങ്ങൾ എത്രത്തോളമാ. മസ്സത്തുഹുൽ ബഅസാഉ വല്ലറാഉ വസുൽസുലൂ. എന്റെയും നിങ്ങളുടെയും മുൻകാലുകൾക്ക് പ്രശ്നങ്ങൾ നേരിട്ടു, അവർക്ക് പ്രയാസങ്ങൾ നേരിട്ടു, അവർ കിടുകിടാഭിവർത്തിക്കപ്പെടുക പോലും ഉണ്ടായി. എത്രത്തോളമെന്നാൽ അല്ലാഹുവിന്റെ പ്രവാചകരും അവിടുത്തെയോടൊപ്പമുള്ള അനുചരന്മാരും വിളിച്ചു ചോദിച്ചില്ലേ, മതാ നസ്റുല്ലാഹ്, മതാ നസ്റുല്ലാഹ്, മതാ നസ്റുല്ലാഹ്. അല്ലാഹുവിന്റെ സഹായം എവിടെ? അല്ലാഹുവിന്റെ സഹായം എവിടെ? അല്ലാഹുവിന്റെ സഹായം എവിടെ എന്ന് വിളിച്ചു ചോദിക്കത്തക്ക നിലയിൽ എന്റെയും നിങ്ങളുടെയും മുൻഗാമികൾക്ക് ഇസ്ലാമിന്റെ പേരുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിടേണ്ടി വന്നെങ്കിൽ അതുപോലെയുള്ള പ്രതിസന്ധികൾ നേരിടാതെ സ്വർഗത്തിലേക്ക് അങ്ങ് കടന്നു ചെല്ലാമെന്ന് നിങ്ങൾ ഓരോരുത്തരും കൊതിക്കുകയാണ്. അലാ, ഈ പ്രശ്നങ്ങളുടെ പ്രതിസന്ധികളുടെ സന്ദർഭത്തിൽ നിങ്ങൾക്ക് തിരിച്ചറിവുണ്ടാകണേ. ഇന്ന നസ്റല്ലാഹി ഖരീബ്, അല്ലാഹുവിന്റെ സഹായം വളരെ അടുത്ത് തന്നെയുണ്ട്, അത് വിദൂരത്തിലല്ല എന്ന തിരിച്ചറിവോടുകൂടി ഈ പ്രശ്നങ്ങളെ നേരിടാതെ സ്വർഗത്തിലേക്ക് പോകാമെന്ന് നിങ്ങളൊക്കെയും കൊതിച്ചു പോവുകയാണോ? ഇത് രണ്ടും നമ്മുടെ ഹൃദയത്തിലുണ്ടാകണം. അപ്പോഴാണ് മ്യാൻമറിലെ പ്രശ്നം, ഇന്ത്യ രാജ്യത്തെ പ്രശ്നം, കേരള സംസ്ഥാനത്തെ പ്രശ്നം, ഇതിന്റെയൊക്കെ പൊരുള് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. കാരണം നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, ആരെങ്കിലും എന്നെ അക്ഷരാർത്ഥത്തിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ അവനെ നേരിടുക തന്നെ ചെയ്യും. പ്രയാസങ്ങൾ ഉണ്ടാവും, കുറച്ച് ബുദ്ധിമുട്ടാ ഈ തൊപ്പിയിട്ടൊക്കെ ജീവിക്കാൻ, ഈ താടിയും വളർത്തിയൊക്കെ ജീവിക്കാൻ, ഈ ഇസ്ലാമിനെ മുറുകെ പിടിച്ച് ജീവിക്കാൻ, ഈ മുസ്ലിമായിട്ടൊക്കെ ജീവിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാ. ഭരണകൂടം ചിലപ്പോ സമ്മതിക്കൂല, ഭൂരിപക്ഷ വർഗീയവാദികൾ ചിലപ്പോ സമ്മതിക്കൂല. പ്രശ്നങ്ങളും പ്രയാസങ്ങളും നേരിടേണ്ടി തന്നെ വരും. അള്ളാഹു ചോദിക്കുന്നു, ഇതൊന്നും നേരിടാതങ്ങ് വെറുതെ നമ്മുടെയൊക്കെ നാടൻ ഭാഷ പറഞ്ഞ ഓസിനങ്ങ് സ്വർഗത്തിൽ പോകാന്ന് നിങ്ങൾ വിചാരിച്ചോ? നിങ്ങൾ അങ്ങനെ അങ്ങ് വിചാരിച്ചോ? അതൊന്നും പറ്റൂല. പ്രയാസങ്ങളുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും. സഹോദരിമാരെ, ഇങ്ങനെ പത്രം തുറക്കുമ്പോ പല പ്രശ്നങ്ങളുണ്ടാവും. ശരീഅത്തിനെതിരെ നീക്കങ്ങൾ, ഇസ്ലാമിക ശരീഅത്തിനെ പോലും വികലമാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ആരാധനാലയങ്ങൾ തല്ലിത്തകർക്കുന്നു. ഒരു ഡിസംബർ 6 വരികയാ. ബാബരി മസ്ജിദിന്റെ വേദനിക്കുന്ന ഓർമ്മകളുമായി നാം നിൽക്കുമ്പോൾ നാം അറിയുക, ഇപ്പൊ പുതിയ പണി താജ്മഹാലിനെ തേജോ മഹലാക്കിയിട്ട് അതും കൂടെ തകർക്കാനുള്ള ശ്രമം നടക്കുന്നു. ഇനി നാളെ വരും ഭീമാപ്പള്ളി, ഞങ്ങളുടെ ഭീമന്റെ ആലയമായിരുന്നു, ഇനി അതും തകർക്കണം. പലരും വരും. ഈ പ്രശ്നങ്ങളൊക്കെ നേരിടുമ്പോഴും ഈ പ്രയാസങ്ങളൊക്കെ നേരിടുമ്പോഴും ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടുന്ന ഒരു വസ്തുതയുണ്ട്. അള്ളാഹുവിന്റെ റസൂല് നമ്മെ പഠിപ്പിച്ചെന്താണെന്നറിയോ? ഇതിലും വലിയ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ നേരിടും, ഇതിലും വലിയ പ്രശ്നങ്ങളൊക്കെ നേരിടും. ഈ മോഡിയും യോഗിയും ഒന്നും അല്ല നമ്മുടെ പ്രശ്നങ്ങൾ. പിന്നെന്താ? റസൂലുള്ള പറഞ്ഞു, ഇതിലും വലിയ വില്ലന്മാർ ഇവിടെ വരും. ദജ്ജാൽ എന്നൊരു സാധനം വരും ഇവിടെ. ദജ്ജാല് സർവ സജ്ജീകരണങ്ങളും അവന്റെ കയ്യിലുണ്ടാവും. അവൻ ഉദ്ദേശിക്കുന്ന സമയത്ത് എവിടെയും എപ്പോഴും പോകാനുള്ള സൂപ്പർസോണിക് വിമാനങ്ങൾ പോലും അവന്റെ കയ്യിലുണ്ടാവും. ലോകങ്ങളൊക്കെ അവന്റെ കീഴിൽ ഒതുങ്ങും. അവൻ ഈ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. വഴിയിലൂടെ നടന്നു പോകുന്ന ഒരു മുസ്ലിമിനെ കണ്ടാൽ പിടിച്ചു നിർത്തി കയ്യിലിരിക്കുന്ന വാളുകൊണ്ട് ഒറ്റ വെട്ടിൻ 2 കഷ്ണമായിട്ട് മുറിച്ചങ്ങോട്ടിടും. ആര് പറഞ്ഞാ? നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരൊറ്റ വെട്ടിന് 2 ഇങ്ങനെ മുറിച്ചിടും. എന്നിട്ട് പുള്ളിക്കാരൻ അതിന്റെ നടുക്കൂടെ കയറി അപ്പുറത്തോട്ട് പോകും. എന്നിട്ട് ആ നിമിഷം ഈ മുറിഞ്ഞ് 2 കഷ്ണമായി കിടക്കുന്ന ആളിനെ ഒട്ടിച്ചു ചേർത്ത് സെറ്റാക്കും. അത്രയ്ക്ക് സജ്ജീകരണങ്ങൾ അവന്റെ കയ്യിലുണ്ടാവും. എന്നിട്ട് പറയും, ഡാ ഞാനാണ് അല്ലാഹ് എന്ന് പറയുക. അത്രയും വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിടുമ്പോഴും അവന്റെ മുന്നിൽ കീഴടങ്ങുവാനോ
അവൻ പറയുന്നതനുസരിക്കുവാനോ അവൻ പറയുന്നതിനൊക്കെ ആരാധിക്കുവാതിരിക്കുവാനോ ആര് തയ്യാറാകുന്നു, അഥവാ അവനെ ആര് തള്ളിക്കളയാൻ തയ്യാറാകുന്നു, അവർക്കായിരിക്കും സ്വർഗമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയും വലിയ ദജ്ജാലിനെ കാത്തിരിക്കുന്ന നമുക്കാണോ ഈ ചോട്ടാ ദജ്ജാലുമാരൊരു പ്രശ്നം? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, എന്താ പ്രശ്നങ്ങൾ ഉണ്ടാകും, പ്രശ്നങ്ങൾ കടന്ന് മക്കയിലും മദീനയിലും വരെ ചെല്ലും, എന്നിട്ട് കഅബാലയം വരെ തകർക്കും. കഅബാലയം തകർക്കപ്പെടും. തകർക്കും എന്ന് പറഞ്ഞു നടക്കുന്ന ഇന്ത്യയിൽ കുറച്ച് തലയ്ക്ക് സുഖമില്ലാത്ത കുറെ ആളുകളുണ്ട്. അവരൊന്നും അല്ല, റസൂലുള്ള പറഞ്ഞ അടയാളപ്രകാരം അവർക്കൊന്നും 7 അയലത്തോലും ചെല്ലാൻ പറ്റൂല. എന്തായാലും കഅബാലയം വരെ തകർക്കപ്പെടും. റസൂലുള്ള പറയുന്നു, കഅബയുടെ ഓരോ കല്ലുകൾ വലിച്ചൂരുന്നത് ഞാൻ എൻ്റെ മനസ്സിൽ കാണുന്നുണ്ട്. കഅബാലയം തകർക്കപ്പെടുന്ന സന്ദർഭത്തിൽ പോലും നിങ്ങൾ അടിപതറിപ്പോകരുതെന്ന് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചെങ്കിൽ എന്നെയാണോ താജ്മഹൽ തകർക്കും എന്ന് പറയുമ്പോ അവിടെയാ നമ്മൾ തിരിച്ചറിയേണ്ടത്. ഒരു മുസ്ലിം സ്വീകരിക്കേണ്ട ഒരു നിലപാടുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, എന്താ എന്റെ സമൂഹത്തിന്റെ മേലൊരു കാലഘട്ടം വരും. ആ കാലഘട്ടം എത്തിക്കഴിഞ്ഞാൽ അന്ന് ഇസ്ലാമിനെ ക്ഷമയോടുകൂടി മുറുകെ പിടിക്കുന്ന ഒരു മനുഷ്യനുണ്ടായാൽ അവന്റെ അവസ്ഥ കൈവെള്ളയിൽ തീക്കനൽ ചുരുട്ടിപ്പിടിച്ചവനെ പോലെയായിരിക്കും. ഒരു മനുഷ്യൻ അവന്റെ കൈവെള്ളയിൽ തീക്കനല് അതിങ്ങനെ വെച്ചിട്ട് ചുരുട്ടിയും കൂടെ പിടിക്കാന്ന് പറഞ്ഞാൽ പറ്റൂല. ഒരു തീക്കനല് കയ്യിൽ വെച്ചാൽ തന്നെ കൈ കുടഞ്ഞിട്ട് നമ്മൾ കളഞ്ഞിട്ട് പോകും. പക്ഷെ റസൂലുള്ള പറഞ്ഞെന്താ, തീക്കനല് കയ്യിൽ വെച്ചിട്ട് അതിങ്ങനെ മുറുക്ക പിടിക്കുക. കുറച്ച് പൊള്ളും, കുറച്ച് പ്രശ്നം ഉണ്ടാവും, എന്നാലും ആ പിടിവിടൂല. തീക്കട്ട കയ്യിൽ മുറുകെ പിടിച്ചവനെ പോലെ ഇസ്ലാമിന്റെ വക്താക്കൾക്കൊരു കാലഘട്ടം വരും. പ്രശ്നമൊക്കെ നേരിടും, പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. നിന്ദ്യരാക്കപ്പെടും നമ്മൾ, നിസ്സാരരാക്കപ്പെടും നമ്മൾ. ഇവിടെ നാം തിരിച്ചറിയേണ്ടത് എന്ത് നിലപാട് നമ്മൾ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. ഈ പ്രശ്നങ്ങളുടെ പ്രതിസന്ധികളുടെ മുന്നിൽ നാം എന്ത് നിലപാട് സ്വീകരിച്ചു? ഈ അവസ്ഥയുടെ കാലഘട്ടങ്ങളിൽ ഏത് വിശ്വാസത്തിന്റെ മാർഗം നമ്മൾ സ്വീകരിച്ചു? എന്ത് നിലപാട് നമ്മളിൽ നിന്നുമുണ്ടായി? അല്ലാഹുവിന്റെ റസൂൽ നബിയുനാ മുഹമ്മദ് മുസ്തഫ വിശുദ്ധ റബീഉൽ അവ്വലിന്റെ ദിനാത്രങ്ങളിലാണ് നമ്മളുള്ളത്. ഹബീബായ റസൂലിന്റെ മേലുള്ള അവദാനങ്ങൾ പാടിപ്പുകഴ്ത്തേണ്ടുന്ന രാവുകളിലാണ്. അവിടുത്തെ മേൽ ഒരുപാട് സ്വലാത്ത് ചൊല്ലേണ്ടുന്ന രാവുകളിലാണ്. അവിടുത്തെയോട് ഒരുപാട് അടുക്കേണ്ടുന്ന രാവുകളിലാണ്. അല്ലാഹുവിന്റെ റസൂലിനെ ഒരുപാട് സ്നേഹിക്കുന്ന, വിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ ഒരുപാട് സ്നേഹിക്കുന്ന പൂവാറുള്ള നല്ലവരായ സഹോദരന്മാരുടെ മുന്നിലാ വിനീതം നിൽക്കുന്നത്. അതുകൊണ്ട് അവിടെയൊക്കെ അല്ലാഹുവിന്റെ ഹബീബിന്റെ പേര് പറയപ്പെടുമോ ഈ സദസ്സിന്റെ അവസാനത്തെ ദിവസം വരെയും ഹബീബായ റസൂലിന്റെ പേര് കേൾക്കുമ്പോൾ ഈമാനിക ആവേശത്തോടെ സ്വലാത്ത് ചൊല്ലാൻ നമുക്ക് കഴിയട്ടെ. മഹാനായ അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരികയാ. കാലഘട്ടത്തിൽ വളരെ അനുയോജ്യമായി നമ്മൾ കേൾക്കേണ്ടുന്ന ഒരു വാർത്തയാണ്. ഇസ്ലാമിക സമൂഹത്തിന് നീതി നിഷേധിക്കപ്പെടുന്ന ഒരു സന്ദർഭമാണെങ്കിൽ ഇസ്ലാം സ്വീകരിച്ചവരെ എല്ലാം അടിച്ചമർത്താൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടമാണെങ്കിൽ, മുസ്ലിം മക്കളെ പൊതുനിരത്തിലിട്ട് പേപ്പട്ടിയെ പോലെ തല്ലിക്കൊല്ലുന്ന കാലഘട്ടമാണെങ്കിൽ, ഇസ്ലാമിന്റെ മക്കളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന കാലഘട്ടമാണെങ്കിൽ, അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട റസൂല് പഠിപ്പിച്ചു തന്നില്ലേ, إذا تبايعتم بالعينا وأخذتم أذناب البقر ورضيتم بالزرع وتركتم الجهاد سلط الله عليكم ذلا
നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ചു തരികയാ. അതേ സമുദായത്തിന്റെ അവസ്ഥകളെ പറ്റി, ഈ സമുദായം നേരിടുന്ന പ്രശ്നങ്ങളെ പറ്റി അല്ലാഹുവിന്റെ റസൂൽ പരിചയപ്പെടുത്തുകയാ. ഇദാ തബായഅതും ബിൽ ഐനാ, ഏത് കച്ചവടം ചെയ്തിട്ടായാലും പണമുണ്ടാക്കിയാലും മതിയെന്ന് അതേ നിങ്ങൾ കരുതി പോകുന്ന ഒരു കാലഘട്ടം വന്നാൽ, കള്ള് കച്ചവടം ചെയ്തിട്ടായാലും കഞ്ചാവ് കച്ചവടം ചെയ്തിട്ടായാലും മയക്കുമരുന്നിന്റെ ഏജന്റായിട്ടായാലും ഏത് വട്ടിപ്പലിശയ്ക്ക് പണം കൊടുത്തിട്ടായാലും ഏത് കള്ളത്തരങ്ങൾ ചെയ്തിട്ടായാലും കൊള്ള നടത്തിയിട്ടായാലും വഞ്ചന നടത്തിയിട്ടായാലും കൈക്കൂലി വാങ്ങിയിട്ടായാലും അഴിമതി വാങ്ങിയിട്ടായാലും എങ്ങനെയും എനിക്ക് പണമുണ്ടാക്കിയാലും മതി എന്ന് കരുതുന്ന മോശമായ രീതിയിലൂടെ കച്ചവടം നടത്തി സാമ്പത്തിക വിശുദ്ധ നഷ്ടപ്പെടുന്ന കാലഘട്ടം നിങ്ങൾക്ക് വന്നു പോയാൽ അങ്ങനെ മോശമായ കച്ചവടത്തിന്റെ വിശുദ്ധ നഷ്ടപ്പെട്ട കച്ചവടത്തിന്റെ അവസ്ഥകളിലേക്ക് നിങ്ങൾ കടന്നു പോകുന്ന സന്ദർഭം വന്നാൽ രണ്ടാമത് റസൂലുള്ള പറഞ്ഞു പശുവിന്റെ വാളുകളും പിടിച്ചുകൊണ്ട് നിങ്ങൾ നടക്കുന്ന കാലം വന്നാൽ, അഥവാ വ്യവസായത്തിന്റെ കാര്യം മാത്രം ഉന്നേഷിച്ച് എന്റെ കച്ചവടം, എനിക്ക് പണമുണ്ടാക്കണം, എനിക്ക് സുഖമുണ്ടാകണം, എനിക്കെങ്ങനെയും സുഖലോലപതയുടെ പരദീസയില് വിരാജിക്കാൻ കഴിയണമെന്ന് സ്വന്തം കാര്യങ്ങളിലേക്ക് മാത്രം മടങ്ങുന്ന സ്വാർത്ഥതയുടെ ഒരു മനസ്സുകളിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലുന്ന ഒരു കാലഘട്ടം വന്നാൽ മൂന്നാമത് റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ. എന്ന് മാത്രമല്ല, കൃഷി ചെയ്തെങ്ങനെയും സാമ്പത്തിക നേട്ടമുണ്ടാക്കണമെന്ന് കരുതി നിങ്ങൾ നിങ്ങളുടെ കൃഷിയിടങ്ങളുമായി അതുകൊണ്ട് മാത്രം തൃപ്തിപ്പെട്ട് കഴിയുന്ന കാലഘട്ടം വന്നാൽ ജിഹാദ്, പ്രശ്നങ്ങൾ നേരിടുന്ന ഇസ്ലാമിക സമൂഹത്തെ ഉന്നതിയുടെ മാർഗങ്ങളിലേക്ക് കൈപിടിച്ചുയർത്താൻ കഴിയാതെ പ്രതിരോധ പോരാട്ടങ്ങളുടെ മാർഗത്തെ വലിച്ചെറിഞ്ഞുകൊണ്ട് ആ പ്രതിരോധത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ദീനുമായൊരു ബന്ധമില്ലാതെ, ഇസ്ലാമുമായൊരു ബന്ധവുമില്ലാതെ, അള്ളാഹുവുമായൊരു ബന്ധവുമില്ലാതെ എങ്ങനെയും എനിക്ക് പണമുണ്ടാക്കണം, എങ്ങനെയും എനിക്ക് സുഖമുണ്ടാകണം, എന്റെ വ്യവസായം വ്യാപിക്കണം, എന്റെ കൃഷിയിടങ്ങൾക്ക് വികസനമുണ്ടാകണം എന്ന് കരുതി മാത്രം ജീവിക്കുന്ന ദീനീ പ്രവർത്തനങ്ങളിൽ നിന്ന് അകന്നു പോകുന്ന ഒരു കാലഘട്ടം നിങ്ങൾക്ക് വന്നാൽ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബിന്റെ മുന്നറിയിപ്പ് സല്ലല്ലാഹു അലൈക്കും ദുല്ലാ. ആ കാലഘട്ടം വന്നാൽ പടച്ച തമ്പുരാൻ നിങ്ങളെ നിസാരരാക്കി മാറ്റുന്നതാ, അല്ലാഹു നിങ്ങളെ നിന്ദ്യരാക്കി മാറ്റുന്നതാ, നിങ്ങൾക്കൊരു വിലയുമില്ലാതെ പോകുന്നതാ, നിങ്ങൾക്കൊരു നിലയുമില്ലാതെ പോകുന്നതാ. മ്യാൻമറിന്റെ തെരുവോരങ്ങളിൽ നിന്ന് ബുദ്ധഭീകരന്മാരുടെ അക്രമങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ കവാടം വരെ കടന്നു വന്ന പാവപ്പെട്ട അഭയാർത്ഥികൾ അക്രമികളെന്ന പേരുകുത്തിക്കൊണ്ട് നാട്ടിൽ നിന്ന് അട്ടിയോടിക്കാൻ ശ്രമിക്കുന്ന കാലഘട്ടമല്ലേ. പാവപ്പെട്ട മുസ്ലിം മക്കള് തെരുവോരങ്ങളിട്ട് തല്ലിക്കൊന്നവരൊക്കെ ഗവൺമെന്റിന്റെ ഉദ്യോഗം കൊടുക്കുന്ന കാലഘട്ടമല്ലേ. ഇസ്ലാം സ്വീകരിച്ച ചെറുപ്പക്കാരന് പൊതുനിരത്തിലിട്ട് തല്ലിക്കൊന്നവന്മാർക്ക് ജാമ്യം നൽകിക്കൊണ്ട് വിലസാനവസരം കൊടുക്കുന്ന കാലഘട്ടമല്ലേ. അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക, അത് ഈ അവസ്ഥ നിങ്ങളിലേക്ക് വന്നാൽ ഇസ്ലാമിക പ്രവർത്തനങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട്, ഇസ്ലാമിന്റെ പ്രതിരോധ പോരാട്ടങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ സ്വയം നിങ്ങൾക്ക് പണമുണ്ടാക്കണം, നിങ്ങൾക്ക് സുഖിക്കണമെന്ന അവസ്ഥയിലേക്ക് വന്നു പോയാൽ സല്ലല്ലാഹു അലൈക്കും ദുല്ലാ, അല്ലാഹു നിങ്ങളെ നിന്ദ്യരാക്കുന്നതാ, അല്ലാഹു നിങ്ങളെ നിസാരരാക്കുന്നതാ. എന്നിട്ട് ഹബീബായ റസൂൽ പഠിപ്പിക്കുകയാ, ലാ യൻസുറൂ ഈ പ്രതിസന്ധിയുടെ കാലഘട്ടത്തില്, ഈ പ്രശ്നങ്ങളുടെ കാലഘട്ടത്തില്, നിങ്ങൾ നിസ്സംഗരാക്കപ്പെടുന്ന നിസാരരാക്കപ്പെടുന്ന കാലഘട്ടത്തിൽ നിങ്ങൾ ഇസ്ലാമിനെ മുറുകെ പിടിക്കാനുള്ള നിലപാട് സ്വീകരിച്ചിട്ടല്ലാതെ പടച്ചവൻ നിങ്ങളെ രക്ഷപ്പെടുത്തുന്നതല്ല. ഈ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമ്പോഴും നിങ്ങൾ ഇസ്ലാമിനെ മുറുകെ പിടിച്ചിട്ടല്ലാതെ, ഈ വാദിനെ മുറുകെ പിടിച്ചിട്ടല്ലാതെ
ജീവിച്ചിട്ടല്ലാതെ, അള്ളാഹു പൊരുത്തപ്പെട്ട ജീവിതം നയിച്ചിട്ടല്ലാതെ, റസൂലുള്ള പഠിപ്പിച്ച ജീവിതം മുറുകെ പിടിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് രക്ഷയുണ്ടാകില്ല, നിങ്ങൾക്ക് മോചനമുണ്ടാകില്ല. അതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ ഇസ്ലാമിനെ മുറുകെ പിടിച്ച് വിശ്വാസം സ്വീകരിക്കേണ്ടെന്ന നിലപാട് നിങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ പടച്ചവന്റെ സഹായം നിങ്ങൾക്കുണ്ടാകുന്നതാ. അള്ളാഹു പ്രതിസന്ധികളെ തരണം ചെയ്യാൻ നിങ്ങൾക്ക് അവസരം തരുന്നതാ. മഹാനായ മുത്തലി നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകം മുഴുവൻ പ്രശ്നം, ഇസ്ലാമിക സമൂഹത്തിന് വിലയുമില്ല, നിലയുമില്ല. ഫലസ്തീനിലൊക്കെ നാം കാണുന്നത് എന്താ? ഫലസ്തീനിലെ ഇസ്രായേൽ പട്ടാളക്കാർ, പൊതുനിരത്തിൽ കളിച്ചുകൊണ്ട് നിൽക്കുന്ന ചെറുപ്പക്കാർ, കൊച്ചുകുട്ടികൾ, 14ഉം 15ഉം വയസ്സുള്ള മക്കൾ, ഇവർക്കിടയിലേക്കൊന്ന് പ്രശ്നം ഉണ്ടാക്കും, കളിക്കാൻ അനുവദിക്കില്ല. ഈ കൊച്ചുകുട്ടികൾ പ്രതികരിക്കുമ്പോൾ പട്ടാളത്ത് ജോലി ചെയ്യാൻ തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞ് പിടിച്ചോണ്ട് പോവാ. ചോദിക്കാനും ആരുമില്ല, പറയാനും ആരുമില്ല. അവിടം വരെ എത്തി. പൊതുനിരത്തിൽ പാവപ്പെട്ട കന്നുകാലികളെ കൊണ്ട് ഉപജീവനം നടത്തിയിരുന്ന മനുഷ്യനെ വഴിവക്കിൽ പിടിച്ചിട്ട് തല്ലിക്കൊന്നവന്മാർ, അവന്മാരെ രാജ്യം അർഹമായ പരിഗണനയോടുകൂടി ശിക്ഷ കൊടുക്കലാണ് വേണ്ടിയിരുന്നത് എങ്കിൽ ആ ചെയ്തവന്മാർക്ക് ഗവൺമെന്റ് തലങ്ങളിൽ ജോലി കൊടുത്തിരിക്കുക. മുസ്ലിമിനൊരു നിലയുമില്ല, ഒരു വിലയുമില്ല. ഈ സന്ദർഭം നിങ്ങളിലേക്ക് വരുമ്പോൾ റസൂലുള്ളാഹി പറയുക, അന്ന് നിങ്ങളിങ്ങനെ എനിക്ക് കുറച്ച് കച്ചവടം ചെയ്യണം, എനിക്ക് കുറച്ച് പണം ഉണ്ടാക്കണം, എനിക്കിങ്ങനെ സുഖിക്കണം, എന്റെ കുടുംബത്തിന്റെ കാര്യമൊക്കെ നോക്കി വതറക്തുമുൽ ജിഹാദ്, ഇസ്ലാമിക പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ മാറ്റിവെച്ചാൽ നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഈ നിലയും വിലയും ഒക്കെ നഷ്ടപ്പെടും, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എന്നാൽ ആ സന്ദർഭങ്ങളും നിങ്ങൾ സ്വീകരിക്കേണ്ട ഒരു നിലപാടുണ്ട്. ലാ യൻസിഉഹു ഹത്താ തർജിഉ ഇലാ ദീനിക്കും, നിങ്ങൾ ദീനിലേക്ക് മടങ്ങിയിട്ടല്ലാതെ പടച്ചവൻ നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ മാറ്റിത്തരൂല. ദീനിനെ മുറുകെ പിടിക്കണം. നമ്മൾ യഥാർത്ഥ ഇസ്ലാമിന്റെ വക്താക്കളായി മാറണം, യഥാർത്ഥ ദീനിന്റെ പ്രവർത്തകരായി മാറണം. അതല്ലേ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട റസൂല് പഠിപ്പിച്ചത്? ഫിത്നയുടെ കാലഘട്ടത്തിൽ, കുഴപ്പത്തിന്റെ കാലഘട്ടത്തിൽ, മൻ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മതി, സമുദായം കുഴപ്പങ്ങൾ നേരിടുന്ന കാലഘട്ടത്തിൽ എന്റെ സുന്നത്തിനെ ആരെങ്കിലും മുറുകെ പിടിച്ചാൽ ഫലഹു അജ്റു മിഅത്തി ഷഹീദ്, 100 രക്തസാക്ഷികളുടെ കൂലി അവനുണ്ട്. 100 രക്തസാക്ഷികൾ. കുഴപ്പം ഉണ്ടാകുമ്പോഴാ സുന്നത്തിനെ മുറുകെ പിടിക്കേണ്ടത്. താടി വെച്ചാ കുഴപ്പം, തൊപ്പി ധരിച്ചാ കുഴപ്പം, പർദ്ദയൊക്കെ ഇട്ടുകൊണ്ട് നടന്നാ കുഴപ്പം, ഇസ്ലാമിനെ ഉയർത്തി കാണിച്ചാൽ കുഴപ്പം, ഉളുഹിയ അർത്താ കുഴപ്പം, അഖീഖ അർത്താ കുഴപ്പം, ഒക്കെ കുഴപ്പമല്ലേ? ഈ കുഴപ്പത്തിന്റെ കാലഘട്ടത്തിൽ സുന്നത്തിനെ അങ്ങ് വിടലല്ല, സുന്നത്തിനെ അങ്ങ് മുറുകെ പിടിക്കുവോ എങ്കിൽ 100 രക്തസാക്ഷികളുടെ പ്രതിഫലവും പരിവേഷവും നിങ്ങൾക്ക് നൽകപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. പ്രശ്നങ്ങൾ നേരിടുമ്പോൾ നാം സ്വീകരിക്കേണ്ട നിലപാട്, പ്രതിസന്ധികളിൽ അള്ളാഹുമായി കൂടുതൽ അടുക്കാനാണ് നമുക്ക് കഴിയേണ്ടത്. അള്ളാഹുമായി കൂടുതൽ അടുക്കാനാണ് നമുക്ക് കഴിയേണ്ടത്, അല്ലാതെ ഒഴിഞ്ഞു മാറലല്ല, ആരെങ്കിലും ഭയപ്പെട്ടുകൊണ്ട് മാളത്തിൽ ഒളിക്കലല്ല. പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ നേരിടുമ്പോ അള്ളാഹുമായി അടുക്കാൻ കഴിയട്ടെ, ഇസ്ലാമുമായി അടുക്കാൻ കഴിയട്ടെ, പടച്ചവന് പൊരുത്തപ്പെട്ട മാർഗങ്ങൾ അവലംബിക്കാൻ നമുക്ക് കഴിയട്ടെ, നമുക്ക് സാധ്യമാകണം, നമുക്കതിന് കഴിയണം. എന്റെ സഹോദരിമാരോട് പ്രത്യേകിച്ച്, ഇസ്ലാമിക സമൂഹം ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നു. ഇതൊന്നും ഈ പെണ്ണുങ്ങൾക്ക് അറിയേണ്ട കാര്യം, നമ്മളൊന്നും അറിയിച്ചു കൊടുക്കുകയില്ല. അവർക്കിങ്ങനെ ചന്ദനമഴ എന്തായി, പിന്നെ പരസ്പരം എന്തായി, സീരിയലൊക്കെ എന്തായി, നിലവിളക്ക് എന്തായി, പട്ടുസാരി എന്തായി, ചെമ്പരത്തിപ്പൂ എന്തായി, അതൊക്കെ ഇങ്ങനെ അറിഞ്ഞാൽ മതി. ഇന്ന് രാവിലെ മനോരമ വരുമ്പോൾ മറ്റേ കാർഡ് ചുരണ്ടിയിട്ട് ഇന്നൊരു പട്ടുസാരി, ഒരു ബ്ലൗസിന്റെ കഷണമെങ്കിലും കിട്ടിയോ, അതൊക്കെ അതിലപ്പുറം വല്ലതും അറിയണോ? വീട്ടിൽ ഇന്ന് എന്ത് മീൻ മേടിക്കണം, എന്ത് കറി വെക്കണം, എന്ത് ചോറ് വെക്കണം എന്നതിനപ്പുറം സമൂഹം അനുഭവിക്കുന്ന ഒരു പ്രശ്നം നമ്മുടെ പെണ്ണിന്റെ സഹോദരിമാർക്ക് ഇതൊക്കെ അറിയണം എന്ന് മാത്രമല്ല സഹോദരിമാരെ, നിങ്ങൾ അറിയുവിൻ, നിങ്ങളുടെ കണ്ണുനീരിന് പടച്ചവന്റെ മുമ്പിൽ നല്ല വിലയാ. പെണ്ണുങ്ങളുടെ കണ്ണുനീരിന്, ഉമ്മത്തിന് വേണ്ടി ഒരു പെണ്ണ് കരഞ്ഞാൽ, എന്റെ ഭർത്താവ് ദീനീ പ്രവർത്തനത്തിന് ഇറങ്ങി പുറപ്പെടുകയാ, എന്റെ മകൻ പോവുകയാ, എന്റെ സഹോദരൻ പോവുകയാ, എന്റെ പിതാവ് പോവുകയാ,
ദീനീ പ്രവർത്തനത്തിന് വേണ്ടി പോകുന്ന എന്റെ സഹോദരന് വേണ്ടി, മകന് വേണ്ടി, പിതാവിന് വേണ്ടി, ഭർത്താവിന് വേണ്ടി വീടിന്റെ അകത്തളങ്ങളിൽ കണ്ണീരൊഴുക്കാൻ ഒരു പെണ്ണുണ്ടെങ്കിൽ ആ കണ്ണുനീരൻ അള്ളാഹുവിന്റെ മുമ്പിൽ വലിയ വിലയാണ്, വലിയ മഹത്വമാണ്. ബദറിന്റെ രണാങ്കണത്തിലേക്ക് പുറപ്പെട്ട സഹാബാക്കൾക്ക് പിന്നിൽ നിന്ന് ആവേശം പകർന്നു കൊടുത്ത പെണ്ണിന്റെ ചരിത്രം അറിയണം. വിവാഹം കഴിഞ്ഞ് രാത്രി മണിയറയിൽ മണവാട്ടിയം മാറോട് ചേർത്തുകൊണ്ട് മലർന്നു കിടക്കുമ്പോൾ, ഇസ്ലാമിക പോരാട്ടത്തിന് ആഹ്വാനം മുഴക്കുമ്പോൾ മാറിൽ കിടക്കുന്ന മണവാട്ടിയം മാറ്റിയിട്ട് അള്ളാഹുവിന് വേണ്ടി ജീവാർപ്പണം നൽകാൻ ഇറങ്ങി പുറപ്പെടുന്ന കല്യാണ പയ്യൻ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ആ മണവാളന്റെ കയ്യിൽ ഉടവാളെടുത്തു കൊടുത്ത ഒരു മണവാട്ടിയെ നമ്മൾ ചർച്ച ചെയ്യാതെ പോയതെന്തേ? എന്തുകൊണ്ട് ചർച്ച ചെയ്യാതെ പോയി? ബദറിൽ നിങ്ങളുടെ മകൻ ഷഹീദാക്കപ്പെട്ടെന്ന് പറയുമ്പോൾ ഇതിനു വേണ്ടിയാണ് ഞാൻ അവനെ മുലപ്പാല് കൊടുത്ത് വളർത്തിയതെന്ന് പറഞ്ഞ ഉമ്മമാരുടെ ചരിത്രം എന്തുകൊണ്ട് ചർച്ച ചെയ്യപ്പെടാതെ പോയി? ശത്രുക്കളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ മുസ്ലിം പോരാളികളുടെ കുതിരകൾ പേടിച്ചരണ്ടുകൊണ്ടും നാട്ടുകളിലേക്ക് മടങ്ങിയെത്തുമ്പോൾ രാജ്യത്തിന്റെ അതിർത്തികളിൽ വടികളുമായി നിന്ന് ആ കുതിരകളെ വീണ്ടും അടിച്ചു പാലിച്ച് രണാങ്കണത്തിലേക്ക് പറഞ്ഞുവിട്ട് ഇസ്ലാമിന് വിജയക്കൊടി പാറിക്കാൻ അവസരം കൊടുത്ത ഉമ്മപെങ്ങന്മാരുടെ ചരിത്രങ്ങൾ എന്തുകൊണ്ട് നമ്മുടെ ഈ പെണ്ണുങ്ങൾക്ക് അറിയാതെ പോയി? എന്റെ സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ദുആയ്ക്ക് വല്ലാത്ത മഹത്വമാണ്. പെണ്ണുങ്ങളുടെ കണ്ണുനീർ അള്ളാഹുവിന്റെ മുമ്പിൽ സ്ഥാനമുള്ള കണ്ണുനീരാണ്. ഖുർആൻ വളരെ മഹത്വത്തോട് പറഞ്ഞിട്ടുണ്ട് പെണ്ണിന്റെ കണ്ണുനീർ. ഉമ്മത്തിന് വേണ്ടി ഒരു പെണ്ണ് കരഞ്ഞാൽ, പ്രശ്നങ്ങൾ നേരിടുന്ന, പ്രയാസങ്ങൾ നേരിടുന്ന ഈ ഉമ്മത്ത്, നിരപരാധികൾ നൂറുകണക്കിന് ജയിലിലാണ്. ഇസ്ലാം സ്വീകരിച്ചവരൊക്കെ കഷ്ടപ്പാടുകൾ അനുഭവിക്കുക. ഒന്നും നമ്മുടെ പെണ്ണുങ്ങളോട് നമ്മൾ പറയില്ല, ഒന്നും ദുആ ചെയ്യാൻ പോലും നമ്മൾ പറയൂല. നമുക്കൊക്കെ അങ്ങനെ ഒരു ബാധ്യതയുണ്ട്. പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ നേരിടുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കണം. ഫലസ്തീനിൽ പ്രശ്നം ഉണ്ടാവുമ്പോ, മ്യാൻമറിൽ പ്രശ്നം ഉണ്ടാവുമ്പോ, ഇറാഖിൽ പ്രശ്നം ഉണ്ടാവുമ്പോ നമ്മുടെയൊക്കെ പള്ളിയുടെ മിഹ്റാബിൽ ഇങ്ങനെ ഉസ്താദന്മാരോട് നമ്മൾ പറയും, നാസിലത്തിന്റെ ഖുനൂത്ത് ഓതണം. ഉസ്താദന്മാരിങ്ങനെ ഖുനൂത്തൊക്കെ ഓതും. എന്നാൽ ഇന്ത്യയിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ, കേരളത്തിൽ പ്രശ്നം ഉണ്ടാവുമ്പോ എന്തുകൊണ്ടാ ഖുനൂത്ത് ഓതാനുള്ള ഒരു മനസ്സുണ്ടാവുന്നില്ല? എന്തുകൊണ്ടുണ്ടാവുന്നില്ല? കാരണം മറ്റതൊക്കെ എവിടെയോ നടക്കുന്നതാ. നമ്മളിവിടെ ദുആ ചെയ്താലും അത് ചെയ്യുന്നവരൊന്നും അറിയാൻ പോകുന്നില്ല. പക്ഷെ ഇവിടെ നമ്മൾ ചെയ്താൽ അത് കുഴപ്പമാ. അവിടെയാ നമ്മുടെ നിലപാട് തെറ്റിപ്പോയത്. നമ്മുടെ നിലപാട് തെറ്റിപ്പോയത് അവിടെയാ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തെ പള്ളിയിൽ ഇശാ നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുക. ചരിത്രം നമ്മൾ പഠിക്കണം. സ്വഹീഹായ ഹദീസാണ്. ആലിമീങ്ങളുണ്ട് ഇവിടെ. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. ഹബീബായ റസൂല് മദീനത്തെ പള്ളിയിൽ, പൂവാർ പള്ളിയിലല്ല, വിഴിഞ്ഞം പള്ളിയിലല്ല, പാളയം പള്ളിയിലല്ല, പിന്നെയോ ലോകത്തിന്റെ ഇസ്ലാമിന്റെ സ്ഥിരാകേന്ദ്രമായ മദീന മുനവ്വറയിലെ മസ്ജിദുൻ നബവിയിൽ അല്ലാഹുവിന്റെ റസൂൽ നിസ്കാരത്തിന് ഇമാമത്ത് നിൽക്കുക. നൂറുകണക്കിന് സഹാബാക്കൾ പിന്നിലുണ്ട്. പെട്ടെന്ന് അല്ലാഹുവിന്റെ റസൂൽ നിസ്കാരത്തിന്റെ ഇടയിൽ രണ്ട് കൈകളും ഇങ്ങനെ ആകാശത്തേക്ക് ഉയർത്തി. എന്നിട്ട് അവിടുന്ന് ദുആ ചെയ്യുകയാ, അല്ലാഹുമ്മ നജ്ജിൽ വലീദ് ഇബ്ന വലീദ്, അല്ലാഹുമ്മ നജ്ജി അയ്യാശ് ഇബ്ന റബീഅ, അല്ലാഹുമ്മ നജ്ജി സലമത്ത് ഇബ്ന ഹിശാം, അല്ലാഹുമ്മ നജ്ജിൽ മുസ്തദഅഫീന മിനൽ മുഅ്മിനീൻ. സൂറ പേര് പറഞ്ഞു മുസ്ലിമായി പോയതിന്റെ പേരിൽ തടവറകളിൽ തളയ്ക്കപ്പെട്ടിരിക്കുന്ന ഓരോ വ്യക്തികളുടെയും പേര് പറഞ്ഞുകൊണ്ട് മദീനത്തെ പള്ളിയുടെ മിഹ്റാബിൽ നിന്നുകൊണ്ട് ഹബീബായ റസൂൽ ദുആ ചെയ്തെങ്കിൽ, അബ്ദുൽ നാസർ മഅദനിക്ക് വേണ്ടി ദുആ ചെയ്യാൻ, മാറാത്ത നിരപരാധികൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ, ഇന്നും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വർഗീയവാദികളെ നടത്തുന്നതായ സ്ഫോടനങ്ങളുടെ പേരിൽ പാവപ്പെട്ട നിരപരാധികളുടെ ചെറുപ്പക്കാരെ പിടിക്കപ്പെട്ടു അതിക്രൂരമായി അവർ ജയിലിന്റെ അകത്തളങ്ങളിൽ പീഡിപ്പിക്കപ്പെടുമ്പോ ഒന്ന് ദുആ ചെയ്യാൻ, അല്ലീലോ ഉസ്താദ് ഒന്ന് ദുആ ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ? നമ്മുടെയൊക്കെ ഒരു മാനസിക സ്ഥിതി ഇങ്ങനെ. ഒരു ദിവസം ജുമാ കഴിഞ്ഞിട്ട് ഉസ്താദ് ഇങ്ങനെ, അല്ലാഹുവേ മഅദനിക്ക് മോചനം കൊടുക്കണേ, അല്ലാ പാവപ്പെട്ട ചെറുപ്പക്കാർക്ക് മോചനം കൊടുക്കണം, ദുആ ചെയ്യാൻ തീർന്നില്ലേ? പിന്നെ മദീനത്തെ പള്ളിയിൽ ഹബീബായ റസൂൽ പ്രതിസന്ധികൾ നേടുന്ന സമൂഹത്തിന് വേണ്ടി ദുആ. ആരായിരുന്നു അവർ? മുസ്ലിമായി പോയതിന്റെ പേരിൽ സ്വന്തം വീട്ടുകാർ മുറിക്കുള്ളിലിട്ട് പൂട്ടിക്കളഞ്ഞവർ. ഹാദിയക്ക് വേണ്ടിയൊക്കെ ഒന്ന് ദുആ ചെയ്യാൻ കഴിയോ നമുക്ക്? പെണ്ണുങ്ങൾക്ക് അറിയോ ആരാ ഹാദിയാന്ന്? അവർക്കത് അറിയോ പോലുമില്ല.
നമുക്ക് അറിഞ്ഞിട്ടും ദുആ ചെയ്യാനും മനസ്സില്ല. ഒരു പാവം പെണ്ണ്, നമ്മളൊന്ന് ചിന്തിക്കണം. 21 24 വയസ്സുള്ള ഒരു പെണ്ണ് എത്രത്തോളം അവൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും? മാതാപിതാക്കൾ തന്നെ എതിർ, കൂടെ നിൽക്കേണ്ടവർ തന്നെ അവൾക്കെതിരാവുകയാണ്. അവളെ പലപ്പോഴും ആക്രമിക്കാനും കൊല്ലാനും പോലും ശ്രമം നടത്തപ്പെടുകയാണ്. എന്നാൽ ആ സമയത്തും ഇസ്ലാമിനെ മുറുകെ പിടിച്ച് ജീവിച്ച ഒരു പെണ്ണുണ്ട്. ഉമ്മമാരെ, നിങ്ങൾ ദുആ ചെയ്യണം ആ പെണ്ണിന് വേണ്ടിയിട്ട്. നിങ്ങൾ ദുആ ചെയ്യണം ആ പെണ്ണിന് വേണ്ടിയിട്ട്. ഡോക്ടർ ഹാദിയ പഠിക്കാൻ വിട്ടപ്പോൾ മാതാപിതാക്കളെ വഞ്ചിച്ചുകൊണ്ട് കണ്ടവനോടൊപ്പം ഒളിച്ചോടിയപ്പോ പിടിച്ചോണ്ട് വന്ന് കോടതിയിൽ വെച്ചതല്ലല്ലോ. ഡോക്ടർ ഹാദിയ എന്ന പെണ്ണ് മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെട്ട ഒരു പെണ്ണല്ലല്ലോ. ഡോക്ടർ ഹാദിയ കോപ്പിയടിച്ച് പരീക്ഷയിൽ ജയിച്ചു എന്നതിന്റെ പേരിൽ പ്രശ്നങ്ങൾ നേരിടുന്ന പെണ്ണല്ലല്ലോ. അവിടെയാണ് പ്രതിസന്ധികളെ നേരിടുന്ന ഒരു സമൂഹത്തോട് നിൽക്കും നിങ്ങൾക്ക് ഒരു ബാധ്യതയുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് വളരെ വേദനയോടുകൂടി ആവിനീതൻ ഓർമ്മപ്പെടുത്തുന്നത്, സഹോദരിമാരെ നിങ്ങൾ അറിയണം, ഈ സമൂഹം അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ പ്രയാസങ്ങളുണ്ട്. 24-25 വയസ്സുള്ള ഒരു പാലം പെണ്ണിനെ വീട്ടുതലങ്ങളിലിട്ട് പീഡിപ്പിക്കുകയാ. ഇസ്ലാമിനെ ഏറ്റെടുത്തതിന്റെ പേരിൽ സ്വന്തം കുടുംബക്കാർ പോലും പീഡിപ്പിക്കുകയാണ്. ഭരണകൂടം അവൾക്ക് നേരെ കണ്ണടക്കുകയാണ്. അടുത്തയാഴ്ച 27-ാം തീയതി സുപ്രീം കോടതിയിൽ ഹാജരാക്കാൻ വർഗീയവാദികളുടെ വിലനിലമായ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളോട് അപകടകരമായ നിലയിൽ ട്രെയിനിൽ അവളെ കൊണ്ടുപോകാൻ തയ്യാറെടുക്കുമെന്ന് പറയുമ്പോ ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന എത്ര മുസ്ലിമിന്റെ ഹൃദയത്തിലാ വേദനയുണ്ടായത്. നമ്മളിൽ എത്ര പേർക്ക് ഹാദിയയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായെന്ന് ദുആ ചെയ്യാൻ താല്പര്യമുണ്ടായത്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് വിനീതനെന്ന് പറഞ്ഞുകൊള്ളട്ടെ, ഉമ്മമാരെ, നിങ്ങളുടെ കണ്ണുനീരുടെ പടച്ചവന്റെ മുന്നിൽ വിലയുണ്ട്. അതേ നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ മുസല്ല വിരിച്ച് 2 റക്അത്ത് നിസ്കരിച്ച് പടച്ച തമ്പുരാന്റെ മുന്നിൽ കൈയെത്തിക്കണ്ട നാഥ, വേദന അനുഭവിക്കുന്ന, പീഡനങ്ങൾ അനുഭവിക്കുന്ന മുസ്ലിം ഉമ്മത്ത് നീ മോചനം നൽകണേ നാഥ എന്നൊന്ന് ദുആ ചെയ്യാൻ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ നിങ്ങൾക്ക് കഴിയട്ടെ. വേദന തോന്നുകയാ, പറയാതിരിക്കാൻ പറ്റില്ല. അഫ്ളൽ ഖാസിമിയോട് നിങ്ങൾക്ക് വെറുപ്പ് തോന്നിയാലും എതിർപ്പ് തോന്നിയാലും നിങ്ങളോടുള്ള സ്നേഹത്തിന്റെ പേരില്, നിങ്ങളോടുള്ള പ്രതിബദ്ധതയുടെ പേരില്, നിങ്ങളോടുള്ള താല്പര്യത്തിന്റെ പേരില് എന്റെ പ്രിയപ്പെട്ട ഉമ്മപെങ്ങന്മാരെ, സഹോദരങ്ങളെ, എനിക്കിത് പറയാതെ പോകാൻ പറ്റില്ല. ഇന്ന് ഞാൻ ഇവിടെ പറയാതെ പോയാൽ നാളെ പടച്ചവന്റെ കോടതിയിൽ അഫ്ളൽ ഖാസിം പിടിക്കപ്പെടുമെങ്കിൽ അവിടെ പിടിക്കപ്പെടാൻ ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, മഹാനായ നൂഹ് വലിയുള്ളാഹി തങ്ങളുണ്ടല്ലോ, പടച്ച തമ്പുരാൻ മഹാനുഭാവന്റെ ദറജാത്തുകളെ ഉയർത്തിക്കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ കബറിടങ്ങളെ പടച്ചവൻ വിശാലമാക്കട്ടെ. ആ മഹാനുഭാവനോടൊപ്പം സ്വർഗത്തിലേക്ക് പോകാൻ പടച്ച തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ മഹാനായ നൂഹ് വലിയുള്ളാഹി തങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് ആനയും അമ്പാരിയും ഗാനമേളയും ഒരുക്കുമ്പോ അതിനെല്ലാം പിന്നിലും വർഷാലമാടാൻ തയ്യാറെടുക്കുന്ന പെങ്ങളെ, ആളുകളെ നിരന്നു വരുന്നത് കാണാൻ ഗാനമേള സദസ്സിൽ വന്നിട്ട് ഇസ്ലാമിനെതിരെ ശബ്ദമുയർത്താൻ, അല്ലാഹുവിന് ഇഷ്ടപ്പെടാത്ത പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഹബീബായ മുത്ത് റസൂലിന്റെ ജന്മം കണ്ട അനുഗ്രഹീതമായ വിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തിൽ ഗാനമേള നടത്തിയിട്ട് നൂഹുവനിയുടെ പൊരുത്തം കിട്ടുമോ മുസ്ലിമേ? ഈ ഗാനമേള കേൾക്കാൻ വന്ന നൂഹുവനിയോടൊപ്പം സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുമോ മുസ്ലിമേ? അല്ലാഹുവിന്റെ ഹബീബ് ഗാനമേളയുടെ ശബ്ദം കേൾക്കുമ്പോ അവിടുത്തെ കാതുകളിലേക്ക് കൈകൾ തിരികെയിട്ട് ഓടി രക്ഷപ്പെടുകയാ ചെയ്തിരുന്നെങ്കിലോ ആ റസൂലുള്ളാഹിന്റെ ജനനാനുബന്ധ സംഭവങ്ങൾ കൊണ്ട് ചരിത്രത്തിൽ ഇടം നേടിയ വിശുദ്ധ റബീഉൽ അവ്വൽ, ആ വിശുദ്ധ റബീഉൽ അവ്വലിൽ ഹബീബായ മുത്ത് റസൂലിന്റെ ജീവിതം പിൻപറ്റിയ ഒരു മഹാനുഭാവനില്ലേ? പൂവാറെന്ന മണ്ണിൽ പടച്ച തമ്പുരാന്റെ കാരുണ്യം വർഷിപ്പിക്കപ്പെടാൻ കാരണഭൂതാതനായ ഒരു മഹാനുഭാവന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിന് ഹറാമായ ഗാനമേള നടത്തപ്പെടുമ്പോ, ആണും പെണ്ണും കൂടിക്കലർത്തപ്പെടുമ്പോ, അതിന്റെ പേരിൽ അനാചാരങ്ങൾ കൊടുകൂടി കൊള്ളപ്പെടുമ്പോ, ആ സദസ്സുകളിലും ആ ഉത്സവങ്ങളിലുമൊക്കെ ആവേശത്തോടുകൂടി ശരീരം മറക്കാത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് ഓടി നടക്കാൻ താല്പര്യപ്പെടുന്ന, ഞാൻ ഇഷ്ടപ്പെടുന്ന, ഞാൻ സ്നേഹിക്കുന്ന, ഞാൻ ബഹുമാനിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പൂവാറ് സ്വദേശികളായ ഉമ്മമാരെ, പെങ്ങന്മാരെ,
അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. എന്റെ ഉമ്മമാരെ, നിങ്ങൾ ശാപത്തിന്റെ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടവരല്ല, അല്ലാഹുവിന് ഇഷ്ടപ്പെടാത്ത മാർഗങ്ങളിലേക്ക് കടക്കേണ്ടവരല്ല. ഈ ഉമ്മമാരെ, നിങ്ങൾ തിരിച്ചറിയുക, അല്ലാഹു നിങ്ങൾക്ക് സ്ഥാനം തന്നിട്ടുണ്ട്, അല്ലാഹു നിങ്ങൾക്ക് മഹത്വം തന്നിട്ടുണ്ട്. നിങ്ങളുടെ കണ്ണുനീരിന് പോലും പടച്ച തമ്പുരാൻ വില നൽകിയിട്ടുണ്ട്. അറിയുമോ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഫറോവ എന്ന ഭയങ്കരനായ ചക്രവർത്തി ഭരണം നടത്തിയിരുന്ന ഈജിപ്ത് എന്ന രാജ്യത്തിൽ ഒരു ഉമ്മയുണ്ടായിരുന്നത്രേ. പിറന്നു വീഴുന്ന പിഞ്ചോമന മക്കളെയെല്ലാം ഫറോവ എന്ന ഭയങ്കരനായ ചക്രവർത്തി കിരാതമായി കൊന്നുകളയുന്ന കാലഘട്ടത്തിൽ അന്ന് ആ പാവപ്പെട്ട ഉമ്മയുടെ മൂസ എന്ന ഒരു പൊന്നുമോനെ ജന്മം നൽകുകയാ, മൂസ എന്ന ഒരു പൊന്നുമോനെ പ്രസവിക്കുകയാ. ആ ഉമ്മയുടെ മനസ്സ് വല്ലാതെ വേദനിക്കുന്ന പടച്ചവരെ, ഞാനൊരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു എന്ന് ഫറോവ അറിഞ്ഞാൽ ഉടൻ തന്നെ അവന്റെ പട്ടാളം എന്റെ വീട്ടിലേക്ക് കടന്നു വരില്ലേ? എന്നിട്ട് എന്റെ മൂസയായ പൊന്നുമോനെ നിലത്തടിച്ച് കുന്നുകളയില്ലേ? വേദനയോടുകൂടി ആ ഉമ്മ ഇങ്ങനെ കഴിയുമ്പോൾ ആ ഉമ്മയുടെ വേദന അറിഞ്ഞുകൊണ്ട് പടച്ച തമ്പുരാന്റെ സഹായം ആ വീട്ടിനുള്ളിലേക്ക് കടന്നു വരികയാ. ആ ഉമ്മയിലേക്ക് പടച്ചവന്റെ അറിയിപ്പ് വന്നില്ലേ? وأوحينا إلى أم موسى أن أرضعيه فإذا خفت عليه فألقيه في يمه ولا تخافي ولا تحزني إنا رادوه إليك وجاعلوه من المرسلين. മൂസാ നബിയുടെ ഉമ്മയോട് പടച്ചവൻ അറിയിപ്പ് കൊടുക്കുകയാ. വഅൗഹൈനാ ഇലാ ഉമ്മി മൂസാ അൻ അർളിഇ, ഏ മൂസയുടെ മാതാവേ, നിന്റെ മകന് നീ വയറ് നിറച്ച് പാല് കൊടുക്കുക. ഫൈദാ ഖിഫ്തി അലൈഹി, ഈ മകന്റെ വിഷയത്തിൽ നിനക്ക് ഭയപ്പാടുണ്ടെങ്കിൽ ഫഅൽഖീഹി ഫിൽ യമ്മി, അവനെ പേടകത്തിലടച്ചിട്ട് കുത്തിയൊടുകുന്ന നദിയിലൂടെ ഒഴുക്കിവിടുക. അല്ലാഹുവിന്റെ കൽപ്പനയനുസരിച്ച ഉമ്മ, അല്ലാഹുവിനെ ധിക്കരിക്കാതിരുന്ന ഉമ്മ, ആ ഉമ്മയുടെ ചരിത്രം വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞെങ്കിൽ കഴിയട്ടെ ഉമ്മമാരെ, പൂവാറത്തെ എന്റെ ഉമ്മമാർക്കത് കഴിയട്ടെ, എന്റെ ശബ്ദം ശ്രമിക്കുന്ന സഹോദരിമാർക്കത് കഴിയട്ടെ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉമ്മ തന്റെ മകനെ ഒരു പെട്ടിയിലാക്കി നദിയിലൂടെ ഒഴുക്കിവിടുക. എന്നാൽ ആരെയാണോ ഭയപ്പെട്ടത്, ആ ഫറോവയുടെ കയ്യിൽ തന്നെ പെട്ടിയെത്തിച്ചേർന്നില്ലേ? മൂസാ നബിയുടെ ഉമ്മ വേദനിക്കുകയാ. അവിടെയാ നമ്മൾ തിരിച്ചറിയേണ്ടത് ഉമ്മയുടെ വേദന. ഒരു പാവപ്പെട്ട പെണ്ണിന്റെ കണ്ണിന് ഖുർആൻ പറയുന്നു, വഅസ്ബഹ ഫുആദു ഉമ്മി മൂസാ ഫാരിഗാ. മൂസാ നബിയുടെ ഉമ്മയതാ വേദനിക്കുന്ന മനസ്സോടുകൂടെ കഴിഞ്ഞുകൂടുകയാ. പടച്ചവനെ, എന്റെ പൊന്നുമോ, അധികാരിയായ അഹങ്കാരിയുടെ കയ്യിൽ കെട്ടിയ പൊന്നുമോൻ, എന്റെ പൊന്നുമോനെ അവരെ കശാപ്പ് ചെയ്യുമല്ലോ അല്ല, എന്റെ പൊന്നുമോനെ അവൻ നശിപ്പിക്കുമല്ലോ അല്ല, എന്റെ പൊന്നുമോനെ അവൻ ഇല്ലായ്മ ചെയ്യുമല്ലോ അല്ല. വേദനിക്കുന്ന മനസ്സോടുകൂടി അധികാരത്തിന്റെ അഹങ്കാരികൾക്കെതിരെ വീടിന്റെ അകത്തളങ്ങളിൽ ഒരു ഉമ്മയിതാ വേദനിക്കുന്ന മനസ്സോടുകൂടി കഴിഞ്ഞുകൂടുക. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, വഅസ്ബഹ ഫുആദു ഉമ്മി മൂസാ ഫാരിഗാ. അധികാരിയുടെ കയ്യിൽ പെട്ടാൽ തന്റെ മകന്റെ അവസ്ഥ എന്താകുമെന്നോർത്തിട്ട് കണ്ണീരെടുത്തുകൊണ്ട് വേദനയോടുകൂടി കഴിയുന്ന ഉമ്മ, ഫറദദ്നാഹു ഇലാ ഉമ്മിഹി കൈ തഖറ ഐനുഹാ വലാ തഹ്സൻ. ആ മൂസ എന്ന പൊന്നുമോന് ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ പടച്ചവൻ ആ ഉമ്മയുടെ കയ്യിലേക്ക് തന്നെ തിരികെ കൊടുത്തുള്ളൂ. കാരണമെന്താ ഉമ്മമാരെ, കാരണമെന്താ ഉമ്മമാരെ? പടച്ച തമ്പുരാൻ പറഞ്ഞ കാരണം എന്തെന്നറിയുമോ? ഫറദദ്നാഹു ഇലാ ഉമ്മിഹി, ആ മൂസ എന്ന പൊന്നുമോന് ആ ഉമ്മയുടെ കയ്യിലേക്ക് ഞാൻ തിരികെ കൊടുത്തതെന്തിനാ? കൈ തഖറ ഐനുഹാ വലാ തഹ്സൻ, കൈ തഖറ ഐനുഹാ വലാ തഹ്സൻ. ആ ഉമ്മയുടെ കണ്ണുകൾ നിറയാതെ ഇരിക്കാൻ, ആ ഉമ്മ വിഷമിക്കാതിരിക്കാൻ, ആ ഉമ്മ കണ്ണീരെടുക്കാതിരിക്കാൻ തന്റെ മകന് ഒരു പോരല് പോലും ഏൽപ്പിക്കാതെ തിരിച്ചു കൊടുത്തവനല്ല. ഒരു ഉമ്മാന്റെ കണ്ണുനീര് നല്ല കൊടുത്ത വില ഇതാണെങ്കിൽ, ഒരു ഉമ്മാന്റെ കണ്ണുനീരിനെ പടച്ചവന് കൊടുത്ത സ്ഥാനം ഇതാണെങ്കിൽ, കഴിയുമോ എന്റെ പൂവാറ് ദേശത്ത്
വശത്തെ ഉമ്മമാരെ, ഡോക്ടർ ഹദിയ എന്ന സഹോദരിക്ക് വേണ്ടി എന്ന് ദുആ ചെയ്യാൻ നിങ്ങളുടെ വീട്ടിലുമില്ലേ കല്യാണപ്രായമെത്തിയ പെൺമക്കള്? നിങ്ങൾക്കുമില്ലേ 24-25 വയസ്സുള്ള പെൺമക്കള്? അതുപോലെ ഒരു പെണ്ണുമോളാണെന്ന് ചിന്തിച്ചോട്. അല്ലാഹുവിനെ അറിഞ്ഞു വന്ന പെണ്ണുമോൾ, റസൂലുള്ളാഹിനെ അറിഞ്ഞു വന്ന പെണ്ണുമോൾ, ഇസ്ലാമിനെ ഏറ്റെടുത്ത പെണ്ണുമോൾ, അങ്ങനെ ഒരു മകളെന്ന് ചിന്തിച്ചൂടെ ഉമ്മമാരെ? ഇന്നു മുതൽ തീരുമാനമെടുത്തോ പടച്ചവനെ, ഇന്നത്തെ രാത്രി മുതൽ ഇൻഷാ അല്ലാഹ് ഏത് നിസ്കാരം കഴിഞ്ഞാലും ഹാദിയയ്ക്ക് വേണ്ടി ദുആ ചെയ്യാമെന്ന് തീരുമാനമെടുത്തോ. ഈ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ ഉമ്മമാരെ, നിങ്ങളുടെ ദുആയ്ക്ക് ആവശ്യമുണ്ട് ഉമ്മമാരെ. നിങ്ങളുടെ കണ്ണുനീർ ഈ സമൂഹത്തിന് ആവശ്യമുണ്ട് ഉമ്മമാരെ. നിങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമക്കള് ദീനിനു വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോ, നിങ്ങളുടെ നാട്ടുകാരെ പ്രവർത്തിക്കുമ്പോ, എത്രയോ പാവങ്ങൾ പ്രവർത്തിക്കുമ്പോ, പ്രതിസന്ധികളും പ്രശ്നങ്ങളും അവരെ നേരിടണമെങ്കിൽ അല്ലാഹുവേ, ഇസ്ലാമിന് വേണ്ടി കഷ്ടപ്പെടുന്ന പോരാളികൾ അവർക്കൊരു അപകടവും വരുത്തല്ല എന്ന് വീടിന്റെ അകത്തളങ്ങളിൽ ഇരുന്നുകൊണ്ട് പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന സമൂഹത്തിന് വേണ്ടി ഒന്ന് കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കാൻ ഉമ്മമാർക്ക് കഴിയട്ടെ. ഈ പ്രാർത്ഥനയ്ക്ക് ആ സ്ഥാനമുള്ളത്. ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന പെണ്ണായി നിങ്ങൾ മാറാം. ആഡംബരത്തിന്റെ അനുഭൂതികളെ അഭിനമിച്ച് കഴിയലല്ല, പിന്നെയോ ആരാധനയുടെ ആത്മീയ നിർവൃതികളുടെ അകത്തളങ്ങളിൽ പടച്ച തമ്പുരാൻ നൽകുന്ന സ്വർഗം പ്രതീക്ഷിച്ച് കഴിയട്ടെ. وضرب الله مثلا للذين آمنوا امرأة فرعون. വിശുദ്ധമായ ഖുർആനിലെ മാതൃക കാണിച്ചു തരികയാ. പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒരുപാട് നേരിട്ടിരുന്ന കാലഘട്ടം, ഫറോവ എന്ന ഭയങ്കരനായ ചക്രവർത്തി അധികാരം നടത്തിയിരുന്ന കാലഘട്ടം, മുസ്ലിമുകളെല്ലാം തിരുപ്പതി നിരത്തിലിട്ട് കൂട്ടക്കശാപ്പ് ചെയ്യുന്ന കാലഘട്ടം, ഇസ്ലാമിക സമൂഹം അല്ലാത്ത പ്രതിസന്ധി നേരിടുന്ന കാലഘട്ടം, ആ കാലഘട്ടത്തിലെ ഒരു പെണ്ണിനെയാണ് പടച്ചവൻ നിനക്ക് മാതൃകയാക്കിയത്. ഇന്ന് നീ കാണുന്ന പണത്തിനു വേണ്ടി ക്യാമറയ്ക്ക് മുന്നിൽ തുണിയെറിയാൻ പോലും മടിയില്ലാത്ത, നാണമില്ലാത്ത സിനിമാ സീരിയൽ നടിമാരയുള്ള പെണ്ണുകളെ നീ മാതൃകയാക്കേണ്ടത്. പിന്നെയോ വിശുദ്ധ ഖുർആൻ നിനക്ക് മാതൃകയാക്കുന്നതാരാണ്? مثلا للذين آمنوا امرأة فرعون. ഫറോവയുടെ ഘട്ടഘട്ടളത്തിന്റെ ഘട്ടളങ്ങളില് ഫറോവയുടെ പീഡനങ്ങളെല്ലാം ഏറ്റുവാങ്ങുമ്പോഴും ആ പ്രതിസന്ധിയുടെ മുന്നിൽ അടിപതറിപ്പോകാതെ വിശ്വാസത്തിന്റെ നിലപാട് സ്വീകരിച്ച മഹദിയായ ബീവി ആസിയ റളിയല്ലാഹു അൻഹാ, മഹദിയായ ബീവി ആസിയ റളിയല്ലാഹു അൻഹ. സഹോദരിമാരെ, നിങ്ങൾക്ക് കഴിയട്ടെ, ആരായിരുന്നു ബീവി ആസിയ റളിയല്ലാഹു അൻഹ? പടച്ച തമ്പുരാനോട് ആസിയ ബീവി നടത്തിയൊരു പ്രാർത്ഥനയുണ്ട്. വിശുദ്ധമായ ഖുർആൻ ആ പ്രാർത്ഥന എടുത്ത് പറഞ്ഞിട്ടാണ് മാതൃകയെന്ന് പറഞ്ഞത്. ലോകാവസാനം വരെയുള്ള മുഴുവൻ സത്യവിശ്വാസികൾക്കും പ്രാർത്ഥന ആ ഒരു മാതൃകയാണ്. അതേ ഏതൊരു മാതൃകയാ? പ്രതിസന്ധികളുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആസിയ പ്രശ്നങ്ങളെ നേരിടുമ്പോഴും, പ്രയാസങ്ങളെ നേരിടുമ്പോഴും, വേദനകളെ നേരിടുമ്പോഴും അതിന്റെ ഒന്നും മുന്നിൽ അടിപതറിപ്പോകാതെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുന്നിലെ നിറകണ്ണുകളോടെ ഇരുകൈകളും ഉയർത്തി ദുആ ചെയ്ത ആസിയ, അല്ലാഹുവേ പടച്ചവനേ, റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിറഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഉത്സവത്തിന്റെ മണ്ണിലേക്ക്, ചന്ദനക്കുടത്തിന്റെ മണ്ണിലേക്ക് ആഭരണങ്ങൾ നെഞ്ഞുകൊണ്ട്, സാരിയുടുത്തുകൊണ്ട്, ചുരിദാറിട്ടുകൊണ്ട്, ശരീരത്തോട് ഉറുകെ പിടിച്ച് കിടക്കുന്നതായ ബോഡി ടൈറ്റ് വെച്ച പറുതയിട്ടുകൊണ്ട്, ആരെയും കുതിപ്പിക്കുന്ന മംഗലാഭരണം കുഴച്ചുകൊണ്ട് പൊതുജനത്തിന് മുന്നിലേക്ക് കടന്നു വരാൻ കുതിക്കുന്ന പെണ്ണ്, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന പക്ഷേ ലോകത്തിന് മുഴുവനും പടച്ചവൻ മാതൃകയാക്കി തന്ന ബീവി ആസിയ റളിയല്ലാഹു അൻഹ ആഡംബരത്തെ ഇഷ്ടപ്പെട്ട പെണ്ണല്ല, അലങ്കാരത്തെ ഇഷ്ടപ്പെട്ട പെണ്ണല്ല, ദുനിയാവിൽ അനുഗമിക്കാൻ കൊതിച്ച പെണ്ണല്ല, ദുനിയാവിന്റെ സുധാരംഭങ്ങള് മതിമറക്കാൻ കൊതിച്ച പെണ്ണല്ല. പിന്നെയോ മഹദിയായ ബീവി ആസിയ റളിയല്ലാഹു അൻഹ പടച്ച തമ്പുരാനോട് ആവശ്യപ്പെട്ട ഒരു കാര്യമെന്താ? റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന. അല്ലാഹുവേ, അല്ലാഹുവേ,
ദുനിയാവിലെ ആഭരണങ്ങൾ എനിക്ക് വേണ്ട അല്ലാ, ഫറോവയുടെ കൊട്ടാരങ്ങളിലെ അലങ്കാരങ്ങൾ എനിക്ക് വേണ്ട, ഇവിടുത്തെ അഹങ്കാരങ്ങൾ എനിക്ക് വേണ്ട, ഇവിടുത്തെ അലങ്കാരങ്ങൾ എനിക്ക് വേണ്ട, ഇവിടുത്തെ സ്ഥാനമാനങ്ങൾ എനിക്ക് വേണ്ട. ആസിയ റളിയല്ലാഹു അൻഹ മനസ്സ് വെച്ചിരുന്നെങ്കിലോ ഫറോവയുടെ കൊട്ടാരത്തിനുള്ളില് ചിലന്തി വലയത്താൽ നിർമ്മയാർന്ന പട്ടുടയാടകൾ അനുഭവിച്ചുകൊണ്ട് എത്രയോ സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞുകൊണ്ട് കോടാനുകോടി മനോഹരം മുത്തുകളെ പഠിപ്പിക്കപ്പെട്ടതായ കിരീടം തലയിൽ വെച്ചുകൊണ്ട് നൂറുകണക്കിന് മാറുന്ന നടുവിലിങ്ങനെ റാണിയായി വിലസാൻ അവസരമുണ്ടായിരുന്ന ബീവി ആസിയ റളിയല്ലാഹു അൻഹ പക്ഷേ പടച്ചവനോട് പറഞ്ഞതെന്താ? അല്ലാഹുവേ, പ്രതിസന്ധികളെ മുഴുവനും തരണം ചെയ്യാൻ ഞാൻ തയ്യാറാ, ഈ പ്രയാസങ്ങളെ നേരിടാൻ ഞാൻ തയ്യാറാ, പക്ഷേ എനിക്ക് നീ ചെയ്തു തരേണ്ട ഒരു കാര്യം റബ്ബി ബിനി ഇൻദക ബൈതൻ ഫിൽ ജന്ന, അല്ലാഹുവേ എനിക്ക് നീ സ്വർഗ്ഗത്തിലൊരു കൊട്ടാരം തരുമോ അല്ലാ, ആ സ്വർഗീയ കൊട്ടാരത്തിലെ റാണിയായി നീ എന്നെ വാഴിക്കുമോ അല്ലാ. ദുനിയാവിലെ ആഡംബരത്തെക്കാൾ സ്വർഗത്തിലെ ആഡംബരത്തെ സ്നേഹിച്ച, സ്വർഗത്തിലെ അലങ്കാരത്തെ സ്നേഹിച്ച ബീവി ആസിയെ പോലെ ആകാൻ കഴിയട്ടെ പെങ്ങളെ, നിനക്ക് അഭിമാനിക്കാൻ കഴിയട്ടെ. എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് അടുക്കളപ്പണി ചെയ്യുന്നതാണ്, എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് സുഖമത്ത് ചെയ്യുന്നതാണ്, കൃത്യസമയത്ത് നിസ്കരിക്കുന്നതാണ്, എന്റെ വീടിന്റെ പടിവാതിൽക്കൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങേണ്ടി വന്ന ഒരന്തസ്സുള്ള മുസ്ലിം പെണ്ണായി ശരീരം മുഴുവൻ പറയുന്ന പർദ്ദ ധരിച്ചുകൊണ്ട് ആഡംബരത്തിന് സ്ഥാനം കൊടുക്കാതെ, അലങ്കാരങ്ങൾക്ക് സ്ഥാനം കൊടുക്കാതെ, അഹങ്കാരങ്ങൾക്ക് സ്ഥാനം കൊടുക്കാതെ ഒരന്തസ്സുള്ള മുസ്ലിം പെണ്ണിനെ പോലെ ശരീരം മുഴുവനും പറയുന്ന പർദ്ദ ധരിച്ചുകൊണ്ട് ഒരു ഉത്സവത്തിനും എന്റെ വേളക്കൊടുപ്പില്ല, ഒരു ആരാചാരത്തിനും ഞാൻ പിന്തുണ കൊടുക്കുന്നതല്ല. കഴിയുമോ പ്രിയപ്പെട്ട പെങ്ങളെ? അങ്ങനെ ചിന്തിച്ചു മഹതിയായ ബീവി ആസിയ റളിയല്ലാഹു അൻഹ എന്നിട്ട് അവിടെ ഇരുന്നുകൊണ്ട് ബീവി ആസിയ ദുആ ചെയ്തില്ലേ, വനജ്ജിനി മിൻ ഫിർഔൻ വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിബീൻ. അല്ലാഹുവേ, പ്രതിസന്ധിയുടെ പാതയിലൂടെയാണ് പരിശുദ്ധ ഇസ്ലാമെങ്കിൽ ഈ ഇസ്ലാമിനെ കശാപ്പ ചെയ്യുന്ന ഫറോവ എന്ന ഭരണാധികാരി ഇവന് നീ കൈകാര്യം ചെയ്യണേ അല്ലാ. ഈ ഫറോവ എന്ന അധികാരിയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണേ അല്ലാ. വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിബീൻ. അക്രമകാരികളായ ഭരണകൂട ഭീകരവാദികളുടെ കൈകളിൽ നിന്ന് എന്നെയും എന്റെ സമുദായത്തെയും രക്ഷപ്പെടുത്തണമെന്ന് വീടിന്റെ അകത്തളങ്ങളിൽ നിന്നുകൊണ്ട് ബീവി ആസിയ റളിയല്ലാഹു അൻഹ ദുആ ചെയ്തെങ്കിൽ അല്ലാഹുവേ, ഇന്ത്യ രാജ്യത്തെ പ്രതിസന്ധികൾ നേരിടുന്ന മുസ്ലിം സമുദായം, അധികാരികൾ കൈകാര്യം ചെയ്യുന്ന മുസ്ലിം സമുദായം, ഭരണകൂട ഭീകരവാദികൾ കൈകാര്യം ചെയ്യുന്ന മുസ്ലിം സമുദായം, അല്ലാഹുവേ വനജ്ജിനി മിൻ ഫിർഔൻ വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിബീൻ. ഈ അക്രമകാരികളിൽ നിന്ന് ഈ സമൂഹത്തെ രക്ഷിക്കണേ നാഥ എന്ന് പറഞ്ഞെന്ന് കണ്ണീരൊഴുക്കി പ്രതിസന്ധികൾ നേരിടുന്ന സമൂഹത്തിന് ഒരു കണ്ണീര് കൊണ്ട് സഹായം മേടിച്ചു കൊടുക്കാൻ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ നിങ്ങൾക്ക് കഴിയട്ടെ. ഉമ്മമാരുടെ പ്രാർത്ഥന ശുദ്ധ ഖുർആൻ കാണിക്കുക. പ്രതിസന്ധികൾ ഒരുപാട് നേരിട്ട കാലമാ മൂസാ നബിയുടെ കാലഘട്ടം. ആ കാലത്തിലെ രണ്ട് പെണ്ണുങ്ങൾ, ഒന്ന് മൂസാ നബിയുടെ ഉമ്മ കണ്ണീരൊഴുക്കി അധികാരിയുടെ കയ്യിൽ നിന്ന് തന്റെ മകൻ രക്ഷപ്പെടണം. രണ്ട് മൂസാ നബിയുടെ വളർത്തുമ്മ കണ്ണീരൊഴുക്കി അധികാരികളിൽ നിന്ന് എന്നെയും സമൂഹത്തെയും രക്ഷപ്പെടുത്തണം. ഉമ്മമാർക്ക് കഴിയോ? ഇന്നു മുതൽ ഒന്ന് ദുആ ചെയ്യാൻ. അല്ലാഹുവേ, ഹാദിയയ്ക്ക് മോചനം, തടവറയിൽ കിടക്കുന്ന പാവങ്ങൾക്ക് മോചനം, ഇസ്ലാമിക സമൂഹത്തിന് മോചനം. തൊലാക്കും മുത്തലാക്കും ഒക്കെ വളരെ മോശമായ സമൂഹത്തിന്റെ മുന്നിൽ ചർച്ച ചെയ്ത് ഇസ്ലാമിക ശരീഅത്തിനെ പോലും മോശമാക്കാനുള്ള ശ്രമം നടക്കുന്നു. ആരാധനാലയങ്ങൾ തകർക്കാനുള്ള ശ്രമം നടക്കുന്നു. ഈ പ്രതിസന്ധിയുടെ കാലഘട്ടങ്ങളിൽ പ്രാർത്ഥന കൊണ്ട് സമൂഹത്തെ സഹായിക്കാൻ പെണ്ണുങ്ങൾക്ക് കഴിയണം, ഉമ്മമാർക്ക് കഴിയണം. ഈ നിലപാടാണ് നാം സ്വീകരിക്കേണ്ടത്. ഈ നിലപാടാണ് നമ്മിൽ നിന്നും ഉണ്ടാകേണ്ടത്. പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ നേരിടുമ്പോഴും ഇസ്ലാമിനോടൊപ്പം നിൽക്കാനുള്ള നമ്മുടെ ഒരു നിലപാട് രാഷ്ട്രീയമല്ല, പാർട്ടിയല്ല, സംഘടനാ പക്ഷപാതിത്വമല്ല, മറിച്ച് എന്റെ ഇസ്ലാം ഈ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ
ഇസ്ലാമിക സമൂഹത്തിന്റെ നിലനിൽപ്പ് പോലും ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ഞാൻ മാറി നിൽക്കേണ്ടവനല്ല, ഒതുങ്ങി കഴിയേണ്ടവനല്ല, മറിച്ച് പ്രാർത്ഥനകൾ കൊണ്ട്, പ്രവർത്തനങ്ങൾ കൊണ്ട് പിന്തുണയർപ്പിക്കാൻ ഒരു വിശ്വാസിയുടെ നിലപാടിലേക്ക് കടക്കാൻ എന്റെ ഉമ്മപെങ്ങന്മാർക്ക് കഴിയട്ടെ. ഖുർആൻ മാതൃകയായി എടുത്തു കാണിച്ചത് അങ്ങനെ ഒരു പെണ്ണിനെ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ ആഡംബരങ്ങളെ എല്ലാം വലിച്ചെറിഞ്ഞു. ഉത്സവത്തിന് പോകലല്ല വേണ്ടത്, ഗാനമേള കേൾക്കാൻ പോകലല്ല വേണ്ടത്. എന്നോട് ചിലപ്പോ ദേഷ്യം തോന്നും, ചിലപ്പോ പ്രയാസം തോന്നിയേക്കും, പക്ഷെ പറയാതിരിക്കാൻ പറ്റുമോ? ഈ പ്രശ്നങ്ങളൊക്കെ നേരിടുമ്പോഴും ഇസ്ലാമിലേക്ക് അടുക്കാനുള്ള നാം ഇസ്ലാമിൽ നിന്ന് ദൂരത്തേക്ക് പോവുകയാണ്, അനാചാരങ്ങളിൽ നിന്ന് അനാചാരങ്ങളിലേക്ക് പോവുകയാണ്, അന്ധവിശ്വാസങ്ങളിലേക്ക് പോവുകയാണ്. പടച്ചതമ്പുരാൻ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ നിലപാടാണ് നമ്മൾ നേരെയാക്കേണ്ടത്. നമ്മുടെ നിലപാടുകളാണ് നമ്മൾ നേരെയാക്കേണ്ടത്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ സമൂഹം നേരിടുന്ന പ്രശ്നം, സമൂഹം നേരിടുന്നതായ പ്രശ്നം ഏതുവരെ എത്തുമെന്നാൽ ഈ സമൂഹത്തിന്റെ മേൽ മറ്റുള്ളവരായ ആളുകൾ കടിച്ചു തിന്നാൻ പാകത്തിൽ ചാടി വീഴും. ദിവസങ്ങളോളം പട്ടിണി കിടന്ന് ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാതെ ദിവസങ്ങളോളം പട്ടിണി കിടന്നവരുടെ മുന്നിലേക്ക് ഒരു ഭക്ഷണത്തളികയിലേക്ക് ഭക്ഷണം കൊണ്ടുവച്ചാൽ എത്രത്തോളം ആർത്തിയോടുകൂടി ആ ഭക്ഷണത്തളികകളിലേക്ക് അവർ ചാടി വീഴുമോ, അതിനേക്കാൾ ആർത്തിയോടുകൂടി എന്റെ സമുദായത്തിന്റെ മേൽ അക്രമികൾ ചാടി വീഴുന്ന ഈ സമൂഹത്തെ പിച്ചി ചീന്തുന്ന ഒരു കാലഘട്ടം വരുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ യുഷിക്കുൽ ഉമമു അൻ തദാഅ അലൈക്കും കമാ തദാഅൽ അഖലതു ഇലാ ഖസ്അതിഹാ. നാം അറിയണം, ഹബീബായ റസൂലിന്റെ ഓർമ്മപ്പെടുത്തല. അള്ളാഹുവിന്റെ റസൂലിന്റെ ഈ ഹദീസ് വിനീതം പറയുമ്പോ നമ്മളൊന്ന് കേൾക്കുമ്പോ നമ്മൾ ചിന്തിക്കുക, അങ്ങനെ ഒരു കാലഘട്ടം എത്തിയോ? 4 പാട് നിന്നും ഇസ്ലാമിക സമൂഹത്തിന്റെ മേൽ ശത്രുക്കൾ ചാടി വീഴുകയാ. ഈ സമൂഹത്തിനാകെ പ്രയാസമാണ്, സമൂഹത്തിനാകെ പ്രശ്നങ്ങളാണ്, സമൂഹത്തിനാകെ പ്രതിസന്ധിയാണ്. എവിടെയും നിലനിൽപ്പില്ല, എല്ലായിടത്തും പ്രശ്നങ്ങളും കുഴപ്പങ്ങളും മാത്രമാണ്. ഹബീബായ റസൂൽ ഇത് പറയുമ്പോൾ ഒരു സഹാബി എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു, വമിൻ ഖില്ലത്തി നഹ്നു യൗമൈദി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങളന്ന് എണ്ണത്തിൽ കുറവായതുകൊണ്ടാണോ നബിയെ? ഞങ്ങള് അന്ന് എണ്ണത്തിൽ കുറവായതുകൊണ്ടായിരിക്കുമോ ഇത്രയും പ്രശ്നങ്ങൾ നേരിടുന്നത്? 4 ഭാഗത്ത് നിന്ന് ആളുകളും ചാടി വീണ് ഞങ്ങളെ കശാപ്പ് ചെയ്യുന്നത് ഞങ്ങളന്ന് എണ്ണത്തിൽ കുറവുണ്ടായിട്ടുണ്ടായിരിക്കുമോ? റസൂലുള്ള പറഞ്ഞു, അല്ല, നിങ്ങളായിരിക്കുമെന്ന് ഒരുപാട് പേരുള്ളത്. റസൂലുള്ള പറയുന്നു, വന്ന് നിങ്ങൾ ഒരുപാടായിരിക്കും, നിങ്ങളെന്ന എണ്ണത്തിൽ കുറവായിരിക്കുകയില്ല, പക്ഷേ വലാകിന്നകും ഹുസാഉൻ കഹുസാഇ ഫൈൽ. റസൂലുള്ള പറയുന്ന, പക്ഷേ നിങ്ങളുടെ അവസ്ഥ എന്തെന്നറിയുമോ? നിങ്ങൾ എണ്ണത്തിലെന്ന കുറവല്ല, പാർട്ടികൾക്കൊരു കുറവുമില്ല, സംഘടനകൾക്കൊരു കുറവുമില്ല, പ്രഭാഷണങ്ങൾക്കൊരു കുറവുമില്ല. പക്ഷേ എന്ത് ചെയ്യാനാ കാലഘട്ടം വന്നാ നിങ്ങളുടെ അവസ്ഥ എങ്ങനെയായിരിക്കുമെന്നറിയുമോ? വലാകിന്നകും ഹുസാഉൻ കഹുസാഇ സൈൽ. ആ കാലഘട്ടം വന്നു കഴിഞ്ഞാൽ മലവെള്ളപ്പാച്ചിലിൽ മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് ഒഴുകി വരുന്ന ചണ്ടികളെ പോലെ നിങ്ങളായി പോകുന്നതാണ്. നിങ്ങൾ വെറും ജീവച്ചവങ്ങളായി പോരുന്നതാണ്. ഒരു വിലയും നിലയുമില്ലാത്തൊരു ശക്തിയുമില്ലാത്ത അഴുക്ക് വെള്ളത്തിൽ ഒഴുകി വരുന്ന പാഴ്ചെടികളെ പോലെ, ചണ്ടികളെ പോലെ, വേസ്റ്റ് പോലെ നിങ്ങളായി പോകുന്നതാ. ശേഷം റസൂലുള്ള പറഞ്ഞു, മാത്രമല്ല, നിങ്ങളെ എതിർക്കുന്ന, നിങ്ങളെ ആക്രമിക്കുന്ന, നിങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന ശത്രുക്കളുള്ളയോ, ആ ശത്രുക്കളുടെ ഹൃദയാന്തരഭാഗത്തു നിന്ന് പടച്ചതമ്പുരാൻ നിങ്ങളെ പറ്റിയുള്ള ഭയപ്പാട് വെച്ച് മാറ്റുന്നതാണ്. നിങ്ങൾ എത്ര തന്നെ ശബ്ദമുയർത്തിയാലും, നിങ്ങൾ എത്ര തന്നെ സമരം ചെയ്താലും, നിങ്ങൾ എത്ര തന്നെ പ്രതിഷേധിച്ചാലും, നിങ്ങൾ എത്ര തന്നെ പ്രതിരോധിച്ചാലും, നിങ്ങളെ ശത്രുക്കൾക്ക് നിങ്ങളെ ഒരു ഭയപ്പാടുണ്ടാവുകയില്ല. ആരും നിങ്ങളെ മൈൻഡ് ചെയ്യാത്തൊരവസ്ഥ വരുന്നതാ. ഹബീബായ റസൂൽ പറഞ്ഞു, ആ സന്ദർഭമേറെന്നറിയുമോ? അന്ന് ആ കാലഘട്ടത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു രോഗം പിടിപെടുന്നതാ.
വഹിന് എന്നൊരു രോഗം നിങ്ങളുടെ കൃത്തകത്തിൽ പിടിപെടുന്നത്. ഈ രോഗം പിടിപെടുമ്പോഴാണ് ഈ സമുദായം മലവെള്ളപ്പാച്ചിൽ ഒടിച്ചു വരുന്ന ചണ്ട് ചവറുകളെ പോലെയാക്കപ്പെടുന്നത്. ആ കാലഘട്ടം വരുമ്പോഴാണ് ഇസ്ലാമിക സമൂഹത്തെ ആർക്കും പേടിയില്ലാത്ത അവസ്ഥ വരുന്നത്. ആ കാലഘട്ടം വരുമ്പോഴാണ് ഇസ്ലാമിക സമൂഹത്തിന്റെ ഭക്ഷണത്തളികകളിൽ വിശപ്പുള്ളവർ ചാടി വീഴുന്നത് പോലെ മറ്റുള്ളവരെ ചാടി വീടാൻ ശ്രമിക്കുന്നത്. അന്ന് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഒരു വലിയ രോഗമുണ്ടാകും. ഈ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ ആ രോഗം എന്തെന്ന് തിരിച്ചറിഞ്ഞിട്ട് ആ രോഗത്തെ എറിഞ്ഞ് നിലപാട് സ്വീകരിക്കാൻ ഞാനും നിങ്ങളും ഉൾപ്പെടുന്നവർക്ക് കഴിയട്ടെ. സഹാബത്ത് ചോദിക്കുകയാണ്, ഹബീബായ റസൂലേ, ആ രോഗം എന്താണ് നബിയേ? ആ വഹ്നെന്ന പേരുള്ള ആ രോഗം എന്താണ് നബിയേ? ഹബീബായ റസൂൽ മറുപടി അറിയുകയാ, ഒന്നാമത് നിങ്ങൾക്ക് ദുനിയാവിനോടുള്ള വിടമായ സ്നേഹമാ, ദുനിയാവിന്റെ ആഡംബരങ്ങളോട് സ്നേഹമാ, ദുനിയാവിയായ സ്ഥാനമാനങ്ങളോട് സ്നേഹമാ, ദുനിയാവിന്റെ കളിചിരികളോട് സ്നേഹമാ, ദുനിയാവിന്റെ ഉത്സവങ്ങളോട് ആഘോഷങ്ങളോട് നിങ്ങൾക്ക് സ്നേഹമാ, ദുനിയാവിന്റെ ഉത്സാഹങ്ങളോട് ഉദ്ഘോഷങ്ങളോട് നിങ്ങൾക്ക് സ്നേഹമാ. നിങ്ങൾ സുഖാഡംബരത്തിന്റെ പിന്നാലെ പരക്കമായി ആഖിറത്തെ നിങ്ങളെ മറന്നുപോകും, പരലോകത്തെ നിങ്ങളെ മറന്നുപോകും. ഈ സമൂഹം പ്രശ്നങ്ങൾ നേരിടുന്ന സന്ദർഭത്തിൽ ഈ സമൂഹത്തെ പിടികൂടുന്ന ഏറ്റവും വലിയ രോഗമെന്താ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഹുബ്ബുദ്ദുനിയാ, ഏറ്റവും വലിയ രോഗമെന്താ? അത് ദുനിയാവിനോടുള്ള സ്നേഹമാ. രണ്ടാമതോ വകറാഹിയത്തുൽ മൗത്ത്, മരണത്തോടുള്ള വെറുപ്പാണ്. മരിക്കാൻ എനിക്ക് മനസ്സില്ല, മരിക്കാൻ ഒരാളും തയ്യാറല്ല. കാരണം എന്റെ ജീവിതത്തിന്റെ നിമിഷങ്ങൾ അത്രയും മോശമാണ്. ഇപ്പൊ മരിച്ചാൽ എന്റെ മരണം മോശമായ മരണമായി പോകുമല്ലോ. അങ്ങനെയുള്ളതിന്റെ പേര് അല്ലാഹുവിന് വേണ്ടി ജീവാർപ്പണം ചെയ്യാൻ, നീതിക്ക് വേണ്ടി ജീവാർപ്പണം ചെയ്യാൻ ഈ സമൂഹം മറന്നുപോകുന്ന കാലഘട്ടത്തില് ഈ സമൂഹം അത് മലവെള്ളപ്പാച്ചിൽ ഒടിച്ചു വരുന്ന ചണ്ട് ചവറുകൾ പോലെ ആക്കപ്പെടുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി ആദ്യം പ്രതിസന്ധികൾ പരിചയപ്പെടുത്തി. എന്തൊക്കെ പ്രതിസന്ധികൾ? 4 ഭാഗത്ത് നിന്ന് ശത്രുക്കൾ ചാടി വീഴും. രണ്ടാമത് വീണ്ടും പറയുന്നു, മലവെള്ളപ്പാച്ചിൽ ഒഴുകുന്ന ചണ്ടി ചവറുകളെ പോലെയാക്കും. 3, ഒരാൾക്കും നിങ്ങളെ പേടിയുണ്ടാവൂല. നിങ്ങൾ എന്തു പറഞ്ഞാലും എന്ത് ചെയ്താലും എന്ത് പ്രതിഷേധിച്ചാലും ഇവിടെ ഒന്നും ഒരു പ്രശ്നമല്ല. പ്രതിസന്ധികളായ ഇസ്ലാമിക സമൂഹത്തിന്റെ ഈ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ നാം സ്വീകരിക്കേണ്ട നിലപാട് റസൂലുള്ളാഹി പരിചയപ്പെടുത്തി. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് 2 രോഗങ്ങൾ മാറ്റുക. ഒന്ന്, ഹുബ്ബുദ്ദുനിയാ, ദുനിയാവിനോടുള്ള അടക്കാനാവാത്ത സ്നേഹം. സ്ഥാനമാനങ്ങൾ, അധികാരം പിടിച്ചെടുക്കുക, അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾ ചെയ്യുക. ദുനിയവിയായ സ്നേഹം, ദുനിയാവിന്റെ കാര്യങ്ങൾ, അതിന്റെ പിന്നാലെയുള്ള ഓട്ടം. 2, വകറാഹിയത്തുൽ മൗത്ത്, മരിക്കാൻ ഇഷ്ടമില്ല, മരിക്കാൻ വെറുപ്പ. എനിക്കിങ്ങനെ ജീവിക്കണം, എനിക്ക് സുഖിക്കണം, എനിക്ക് മതിമറക്കണം, എനിക്കിങ്ങനെ ആഡംബരത്തിന്റെ അനുഭൂതികളുടെ മേച്ചിൽപ്പുറങ്ങളിലൂടെ പാറിപ്പറക്കണം. അതിനുവേണ്ടിയുള്ള കൊതിയ. ഇസ്ലാമിന് വേണ്ടി ജീവാർപ്പണം ചെയ്യാൻ തയ്യാറില്ല. നാം മനസ്സിലാക്കേണ്ടത് ഈ പ്രതിസന്ധികളുടെ കാലഘട്ടത്തിൽ ഈ നിലപാടിലേക്ക് മടങ്ങാൻ നമുക്ക് കഴിയട്ടെ. സ്ഥാനമാനങ്ങളെക്കാൾ അപ്പുറം എനിക്കെന്റെ ഇസ്ലാമിനെ ശക്തിപ്പെടുത്തണം, ജീവാർപ്പണം നടത്തണം. എനിക്ക് ഈ ഒരു തീരുമാനം ഞാൻ അവസാനിപ്പിക്കുകയാണ്. അവസാനമായി എന്റെ സഹോദരങ്ങളോട്, സഹോദരിമാരോട് ഹബീബായ റസൂൽ നമുക്ക് നൽകിയ പ്രതീക്ഷയുടെ വാക്കുകളാണ്. പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലും കേന്ദ്രം ആരോ ഭരിച്ചോട്ടെ, UP ആരോ ഭരിച്ചോട്ടെ, ആര് രാഷ്ട്രപതിയാകട്ടെ, ആര് ഉപരാഷ്ട്രപതിയാകട്ടെ, ആര് പ്രധാനമന്ത്രിയാകട്ടെ, അതൊക്കെ ഇങ്ങനെ എന്റെ മുറയ്ക്ക് അവിടെ നടക്കും. ഖുലില്ലാഹുമ്മ മാലികുൽ മുൽക്ക് തുഅ്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ. അധികാരമൊക്കെ കൊടുക്കുന്നത് പടച്ചോനാ. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ കൊടുക്കും, അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ വലിച്ചു താഴെയിടുകയും ചെയ്യും. അതൊക്കെ ഇങ്ങനെ ഒരു ഭാഗത്ത് നടക്കും. ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ പേടിക്കണോ? ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ ഭയപ്പെടണോ? സഹോദരിമാരെ ഭയപ്പെടേണ്ടതില്ല, സഹോദരന്മാരെ ഭയപ്പെടേണ്ടതില്ല. ഒരു പ്രതീക്ഷയുടെ നിലപാടുണ്ടാകണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം.
നമുക്കറിയുമോ ചരിത്രത്തിൽ ഹബീബായ റസൂൽ നൽകിയ പ്രതീക്ഷ എത്രത്തോളവാ? ഒരു ഭാഗത്ത് ശത്രുക്കൾ ഇങ്ങനെ ഇസ്ലാമിക സമൂഹത്തെ ആക്രമിക്കാൻ വേണ്ടി മദീനയിലേക്ക് വരികയാ. ഇസ്ലാമിക ശത്രു സഖ്യ സൈന മുസ്ലിം സമൂഹത്തെ മൂടോടെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഹാലളകി കാടളകി മദീനത്തേക്ക് വരുമ്പോൾ കഴിക്കാൻ ഒരു നേരത്തെ ഭക്ഷണം പോലും ഇല്ലാത്ത സഹാബാക്കൾ ആ ശത്രുക്കളുടെ മുന്നിൽ പ്രതിരോധത്തിന്റെ പുതിയ മാർഗമായി കിടങ്ങ് കുഴിക്കുകയാണ്. വലിയ കിടങ്ങ്, ഒരു കുതിരയ്ക്ക് ചാടി അപ്പുറത്തേക്ക് വരാൻ പറ്റാത്ത വലിയ കുഴി കിടങ്ങ് കുഴിക്കുക. ഭക്ഷണമൊക്കെ തീർന്നു, കഴിക്കാൻ ഭക്ഷണമില്ല. സഹാബാക്കള് വിശപ്പ് കൊണ്ട്, നമ്മളറിയണം, വിശപ്പ് കൊണ്ട് വയറ്റിൽ കല്ല് കെട്ടിവെച്ചു എന്ന് പറയുമ്പോ എന്തുകൊണ്ടാ? ഒന്ന്, ആ കല്ലിന്റെ തണുപ്പ് കൊണ്ട് വയറ്റിനൊരു സമാധാനം കിട്ടും. രണ്ട്, വിശപ്പ് കൊണ്ട് വയറിങ്ങനെ ഒട്ടിയിട്ട് നടു വളഞ്ഞു പോകും. അങ്ങനെ വളഞ്ഞു പോകാതിരിക്കാൻ തുണിയിൽ കല്ല് വെച്ചിട്ട് ഇങ്ങനെ വയറ്റിൽ വെച്ച് കെട്ടിയേക്കുക. എന്നിട്ടാ ജോലി ചെയ്യുന്നത്. ഈ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് മറ്റൊരു ഭാഗത്ത് പാറ പൊട്ടിക്കുകയാ. ഹബീബായ റസൂൽ ഒരു ക്ഷീണവുമില്ലാതെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാ. ശോഭീതാലിബിലെ വർഷങ്ങളോളം പട്ടിണി കിടന്നിട്ടും യാതൊരുവിധ പരാതിയും പരിഭവം പറഞ്ഞിട്ടില്ലാത്ത സഹാബാക്കൾ, ഹബീബായ റസൂലിനോട് ഇന്ന് വരെ ഒരു കുറ്റവും പറഞ്ഞിട്ടില്ലാത്ത സഹാബാക്കൾ. പക്ഷേ സഹാബത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് പ്രിയപ്പെട്ട സഹാബത്തെ കടന്നു ചെല്ലുകയാ. എന്നിട്ട് ഹബീബായ മുത്തിനോട് പറയുന്നു, നബി, ഇനി ഞങ്ങൾക്ക് പറ്റില്ല നബി. നബിയെ കണ്ടോ നബിയെ, നിവർന്നു നിൽക്കാൻ കഴിയാത്തതിന്റെ പേരിൽ ഞങ്ങളെ വയറ്റിൽ കല്ല് കെട്ടി വെച്ചിട്ട് നിൽക്കുകയാണ് നബിയെ. ഇല്ല നബിയെ, ഞങ്ങൾക്ക് പറ്റില്ല നബിയെ. നബിയെ, ഞങ്ങൾക്ക് കഴിയില്ല നബിയെ. നബിയെ, താങ്കൾക്ക് എവിടെ നിന്ന് ഭക്ഷണം കിട്ടുന്നു നബിയെ? താങ്കളെ വലിയ ഉത്സാഹത്തോടെ ജോലി ചെയ്യുകയാണല്ലോ, താങ്കളെ പാറ പൊട്ടിക്കുകയാണല്ലോ, താങ്കളെ വലിയ താല്പര്യത്തോടുകൂടി ജോലികൾ ചെയ്യുകയാണല്ലോ നബിയെ, ഞങ്ങൾക്കത് കഴിയുന്നില്ല നബി. പ്രിയപ്പെട്ട അനുചരന്മാര് നിരാശയോടുകൂടി തന്റെ മുന്നിൽ വന്നു നിൽക്കുമ്പോ അവരെല്ലാം അവരുടെ വയറ്റിൽ കെട്ടിയിരിക്കുന്ന കല്ല് കാണിച്ചു കൊടുക്കുമ്പോ ഹബീബായ റസൂലരും മറുപടിയും അരുളുന്നില്ല. ഹബീബായ റസൂല് പെട്ടെന്ന് തന്റെ കയ്യിലിരുന്ന പിക്കാസ് മാറ്റിവെച്ചിട്ട് ഹബീബായ റസൂൽ അവിടുത്തെ കമീസ് ഉയർത്തുകയാ. സഹാബത്ത് പറയുകയാ, ഞങ്ങളുടെയൊക്കെ വയറ്റിൽ ഒരു കല്ല കെട്ടിവെച്ചതെങ്കിൽ ഹബീബായ മുത്തിന്റെ വയറ്റിലത് 2 കല്ല് കെട്ടിവെച്ചിരിക്കുകയാ. അത്രത്തോളം പട്ടിണി അവിടുന്ന് അനുഭവിക്കുന്നുണ്ട്. എന്നിട്ടും അവിടുന്ന് ഈ സമൂഹത്തിന് വേണ്ടി പ്രതീക്ഷയോടെ പാടുപെടുകയാ. എന്നിട്ടും അവിടുന്ന് ഈ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ നിരാശയില്ലാതെ പാടുപെട്ടുകൊണ്ടിരിക്കുകയാ. സഹാബത്ത് പറയുകയാ, ഞങ്ങളെല്ലാം റസൂലുള്ളാഹിന്റെ ചുറ്റും കൂടി നിൽക്കുമ്പോൾ ഒരു വലിയ പാറക്കഷണത്തിലേക്ക് ഹബീബായ റസൂൽ പിക്കാസ് ആഞ്ഞടിക്കുമ്പോൾ അതിൽ നിന്ന് തീപ്പൊരി ഇങ്ങനെ പരന്നു പൊങ്ങുകയാ. വിശന്നെട്ടിയ വയറുമായി, ഒട്ടിയ കവിളുമായി, കൊഴിഞ്ഞ കണ്ണുകളുമായി, അസ്ഥിപഞ്ചരങ്ങളായി, പോക്കോലങ്ങളായി തന്റെ മുന്നിൽ നിൽക്കുന്ന സഹാബാക്കളില്ലേ, ആ സഹാബത്തിന്റെ മുന്നിൽ അതേ പ്രതീക്ഷയുടെ പൊങ്കിരണങ്ങളെന്നോളം ഹബീബായ റസൂൽ പറയുന്നു, സഹാബ, ഇപ്പൊ ഈ പറന്നു പൊങ്ങിയ തീപ്പൊരികളിലോട് ഞാൻ കണ്ടു സഹാബ, ഞാൻ കണ്ടു സഹാബ. അതേ പേർഷ്യ എന്ന വൻകിട സാമ്രാജ്യ സാമ്പത്തുള്ള രാജ്യമില്ലേ സഹാബ, ആ പേർഷ്യ എന്ന സാമ്രാജ്യ രാജ്യത്തുള്ള രാജാക്കന്മാർ അവരുടെ തലയിലണിഞ്ഞിരിക്കുന്ന കിരീടം മദീനത്തെ നമ്മുടെ മക്കള് കാലുകൊണ്ട് തട്ടിക്കളിക്കുന്ന ഒരവസ്ഥ വരാൻ പോകുകയാണ് സഹാബ. കിസ്രയുടെ കൈസറിന്റെ കൊട്ടാരത്തിൽ രാജാക്കന്മാരണിഞ്ഞിരിക്കുന്ന പട്ടുടയാടകളും ആഭരണങ്ങളുമില്ലേ ഏ സഹാബ. ഒരു കാലഘട്ടം വരും സഹാബ, ഈ പ്രതിസന്ധിയുടെ അവസ്ഥയൊക്കെ മാറിപ്പോയി, ഈ പ്രശ്നങ്ങളുടെ അവസ്ഥയൊക്കെ മാറിപ്പോയി. ഒരു കാലമിതാ കടന്നു വരികയാ. കിസ്രയുടെ കൈസറിന്റെ കൊട്ടാരത്തിലിരിക്കുന്ന അധികാരികൾ അവരുടെ ശരീരത്തിലടിക്കുന്ന പട്ടുടയാടകൾ ഈ മദീനത്ത് നമ്മുടെ പെണ്ണുങ്ങളണിയുന്ന കാലം വരും സഹാബ. അവരവരുടെ ശരീരത്തിലണിഞ്ഞിരിക്കുന്ന
അണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങള് നമ്മുടെ മദീനത്തെ പെണ്ണുങ്ങൾ അണിയുന്ന കാലഘട്ടം വരും സഹാബ. അള്ളാഹുവിന്റെ റസൂല് കൊടുത്ത പ്രതീക്ഷയുടെ പൊൻകിരണമാണെങ്കിൽ ഏത് ഭരണാധികാരി ഭരണം നടത്തിയാലും എത്ര വലിയ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നാലും ഇൻഷാ അല്ലാഹ് ഒരു നിർഭയത്വത്തിന്റെ കാലഘട്ടം വരുന്നതാ. ആ കാലഘട്ടത്തിന് വേണ്ടി പ്രതീക്ഷയോടെ പ്രവർത്തിക്കാൻ, അതിനുവേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കാൻ ഈ സമുദായമേ ഞാനും നിങ്ങളും തയ്യാറായി കൊള്ളുക. വിശുദ്ധ കഅബാലയത്തിന്റെ ചാരത്ത് ആ കഅബയിൽ ചാരിയിരുന്നു കൊണ്ട് ഹബീബായ റസൂൽ ഇസ്ലാമിന്റെ ചർച്ച നടക്കുമ്പോൾ മഹാനായ ഒരു സഹാബി ഹബീബായ മുത്ത് റസൂലിന്റെ അടുക്കലേക്ക് വരികയാ. എന്നിട്ട് ഹബീബായ റസൂലിനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബി, ഇസ്ലാമിക ലോകത്തിലെ പ്രശ്നങ്ങളല്ലയോ നബി, മുസ്ലിം ലോകം പിച്ചി ചീന്തപ്പെടുന്നു നബിയേ. ബിലാലെന്ന നമ്മുടെ സഹോദരനെ പൊതുനിരത്തിലിട്ട് തല്ലുന്നത് കണ്ടില്ലായിരുന്നോ? ഖബ്ബാബിനെ തീയിലിട്ട് വടിച്ചടച്ചില്ലേ? നമ്മുടെ സുമയ്യയെ കൊന്നുകളഞ്ഞില്ലേ? നമ്മുടെ യാസറിനെ കൊന്നുകളഞ്ഞില്ലേ? തെരുവോരങ്ങളിലിട്ട് പേപ്പട്ടികളെ പോലെ ഇസ്ലാമിന്റെ മക്കളെ കൊന്നു കൊല വിളിക്കുന്നു നബിയേ, 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 താങ്കൾ ദുആ ചെയ്യുന്നില്ല നബിയേ? ഈ സമൂഹത്തിന് പടച്ചവന്റെ സഹായം കിട്ടുന്നവരായി ഹബീബായ റസൂലേ, താങ്കൾ ദുആ ചെയ്യുന്നില്ല നബി? അല്ലാഹുവിന്റെ റസൂല് പറയുന്ന സഹാബ, ഏ സഹാബ, നിങ്ങൾ എന്തിനാ ധൃതി കാണിക്കുന്നത് സഹാബ? നിങ്ങൾ എന്തിനു നിരാശരാകണം സഹാബ? ഏ സഹാബ, ഒരു കാലഘട്ടം വരികയാ സഹാബാക്കളെ, ഒരു കാലഘട്ടം വരും സഹാബ. നമ്മളാരും ആ കാലഘട്ടത്തിന് വേണ്ടി നമ്മളാരും ധൃതി വെക്കേണ്ടതില്ല സഹാബ. നമ്മുടെ മുൻഗാമികൾ അനുഭവിച്ചില്ലേ പ്രശ്നങ്ങള്? നമ്മുടെ മുൻഗാമികൾ അനുഭവിച്ചില്ലേ പ്രതിസന്ധികളെ, പ്രയാസങ്ങള്? മുസ്ലിമായി പോയതിന്റെ പേരിൽ കഴുത്തറ്റം മണ്ണിട്ട് മൂടി നിർത്തിയിട്ട് മൂർച്ചയേറിയ ഈർച്ചവാളുകൾ കൊണ്ടുവന്ന് തടിയറുക്കുന്നത് പോലെ നമ്മുടെ മുൻഗാമികളുടെ തലകളറുത്ത് രണ്ടു വശത്തേക്ക് മാറ്റിയില്ലേ? മരച്ചില്ലകളിലേക്ക് മുസ്ലിമുകളെ കെട്ടിയിട്ടിട്ട് മൂർച്ചയേറിയതായ ഇരുമ്പിന്റെ ചീർപ്പുകൾ കൊണ്ടുവന്നിട്ട് ശരീരത്തിൽ നിന്ന് മാംസം ഈർന്നു മാറ്റിയില്ലേ സഹാബ? ഇത്രയും പീഡനങ്ങൾ നമ്മുടെ മുൻഗാമികൾ അനുഭവിച്ചെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വന്നിട്ടും അവരാരും ഇസ്ലാമിൽ നിന്നും ഒഴിഞ്ഞു മാറിയില്ലല്ലോ. അതുകൊണ്ട് സഹാബ, നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം, നമുക്ക് പ്രതീക്ഷയോടെ പണിയെടുക്കാം സഹാബ. ഒരു കാലം വരികയാ, രാത്രിയുടെ നിശബ്ദതയിൽ പുറത്തിറങ്ങുന്ന ആട്ടിൻകുട്ടിക്ക് ചെന്നായ പിടിക്കുമോ എന്ന ഭയപ്പാടല്ലാതെ സന്നായിൽ നിന്ന് ഹളറമോത്ത് വരെയും ഒരു മുസ്ലിമിന് ഒരിക്കലെയും ഭയപ്പെടേണ്ടി വരാതെ നിർഭയത്വത്തോടുകൂടി യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരവസ്ഥ വരാൻ പോകുന്ന സഹാബ. ഭയപ്പാടിന്റെ നിരിപ്പോടിൽ കഴിഞ്ഞുകൂടേണ്ടി വരുമ്പോഴും, നിരാശയുടെ മക്കളെ കഴിഞ്ഞുകൂടേണ്ടി വരുമ്പോഴും, പ്രതിസന്ധികളുടെ പ്രയാസങ്ങളുടെ കൈപ്പുനീർ കുടിക്കേണ്ടി വരുമ്പോഴും പ്രതീക്ഷ നൽകിയ, നിർഭയത്വത്തിന്റെ സന്ദേശങ്ങൾ നൽകിയ മഹാനായ മുത്തൊരു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ എനിക്കും നിങ്ങൾക്കും ഇസ്ലാമിന്റെ പ്രതീക്ഷയുടെ പൊൻകിരണങ്ങളെ പകർന്നു നൽകിയത്. അതുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം, അതുകൊണ്ട് പ്രതീക്ഷയോടെ നമുക്ക് പണിയെടുക്കാം ഇൻഷാ അല്ലാഹ്. ലോകത്ത് മുഴുവനും നിർഭയത്തിന്റെ കാലഘട്ടം വരുന്നത് വരെ ഇന്ത്യ രാജ്യത്തിന്റെ തെരുവോരങ്ങളിൽ കന്യാകുമാരി മുതൽ കാശ്മീർ വരെയും ഒരധികാരിയെയും ഭയപ്പെടേണ്ടി വരാതെ, ഒരു നാൽക്കാലി മൃഗത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് പാവപ്പെട്ടവനെ തെരുവോരത്ത് തന്നെ കൊല്ലുന്നവനെയും ഭയപ്പെടാതെ നിർഭയത്വത്തിന്റെ ഒരു കാലഘട്ടത്തിന് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കാം. പടച്ച തമ്പുരാ, ആ പ്രതീക്ഷയുടെ പൊൻകിരണങ്ങളോട് വിശ്വാസിയുടെ നിലപാടുകളുമായി ഈ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് പ്രതീക്ഷയുണ്ടാകണം നമുക്ക്. റസൂലുള്ള പറഞ്ഞ പോലെ ഇതൊക്കെ അങ്ങ് തീരും, ഇവന്മാരൊക്കെ അങ്ങ് പോകും. ഇനിയൊരു കാലം വരും ഇൻഷാ അല്ലാഹ്, സൻആയിൽ നിന്ന് ഹളറമൗത്ത് വരെയും ഒരുത്തനെയും പേടിക്കാതെ ഏത് പാതിരാത്രിയിലും സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു കാലം റസൂലുള്ള പറഞ്ഞ പ്രതീക്ഷയുടെ ആ കാലം. അതിനുവേണ്ടിയാണ് നാം പണിയെടുക്കേണ്ടത്. ഭയപ്പെടണ്ട, നിരാശ തോന്നണ്ട, തളർന്നു പോകണ്ട. പ്രതിസന്ധികളുടെ മുന്നിൽ ഈമാനുള്ള
ഒരു വിശ്വാസിയുടെ നിലപാടുകളുമായി നമുക്ക് കാത്തിരിക്കാം, പ്രയത്നിക്കാം, പരിശ്രമിക്കാം, പ്രാർത്ഥിക്കാം. നാഥനായ തമ്പുരാൻ നമ്മെ ഓരോരുത്തരെയും സ്വീകരിക്കുമാറാകട്ടെ, അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.